കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ലെങ്കിലും ആർക്കായാലും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു മുഖ്യമന്ത്രി വിരുദ്ധ വികാരം. കോടിയേരി ജീവിച്ചിരുന്നുവെങ്കിൽ ഉം. ഈ ജി സുധാകരനോ കുഞ്ഞികൃഷ്ണനോ ടി കെ ഗോവിന്ദനോ ഒന്നും ഈ പാർട്ടി വിട്ടു പോകില്ലായിരുന്നു. ഈഴവരിൽ നിന്നുള്ള ഷിഫ്റ്റ് ഒരിക്കലും ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ച് സി പി എമ്മിന് സി പി ഐക്ക് താങ്ങാൻ കഴിയില്ല. ഒരു കാര്യം ഉറപ്പാണ്, ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതൽ യു ഡി എഫിനാണ്. ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് ഇപ്പോഴും ഒരു എഡ്ജ്, നമ്മൾ ഇന്ന് സംസാരിക്കുന്ന നിമിഷം ഒരു എഡ്ജ് ശോഭാ സുരേന്ദ്രൻ. റസാക്കിൻ്റെ വോട്ട് 24% എന്നുള്ളത് 20-ൽ താഴെ, നമ്മളിത് കഴിഞ്ഞും കാണുമല്ലോ, 20-ൽ താഴെ അല്ലെങ്കിൽ 20-ൽ താഴെയായി പോകുന്നു. പിഷാരടി ജയിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകുമോ? യു ഡി എഫ് തിരികെ എത്തുമോ? അതോ പിണറായി സർക്കാർ 3ാം ടേമിലേക്ക് പോകുമോ? ബി ജെ പി ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എത്രത്തോളമായിരിക്കും? ഇതൊക്കെയാണ് വലിയ ചോദ്യങ്ങളായി നിൽക്കുന്നത്. പല വിവാദങ്ങളും തർക്കങ്ങളും ഇതിനിടയിൽ ഉയരുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് പരിശോധിക്കാം, ഭരണവിരുദ്ധ വികാരം വർക്ക് ചെയ്യുന്നുണ്ടോ? ഒപ്പം തന്നെ ഈ ഇലക്ഷൻ ക്യാമ്പയിനിങ് വേളയിൽ ചർച്ചയായിട്ടുള്ള വിഷയങ്ങൾ, അതിൻ്റെ മെറിറ്റ്, ഓരോ മുന്നണിയെയും എങ്ങനെ അതൊക്കെ ബാധിക്കും? നമ്മോടൊപ്പം ചേരുകയാണ് മാധ്യമപ്രവർത്തകനും സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകനും അഭിഭാഷകനുമായ ശ്രീ NS ജ്യോതികുമാർ. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. പിണറായി വിജയൻ വലിയ രീതിയിൽ വിമർശനത്തിന് വിധേയനായ ഒരു നേതാവ് ആയിരുന്നു. അതിനുശേഷം അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നു, തുടർഭരണം ലഭിക്കുന്നു. ഇപ്പോൾ പിണറായി 3.0 സാധ്യമാണ് എന്ന പ്രചാരണവുമായി ഇടതുപക്ഷം മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നും അതിൻ്റെ മറവിൽ യു ഡി എഫിന് അധികാരത്തിൽ തിരിച്ചെത്താമെന്നും ഒരു വിശ്വാസം ചില നിരീക്ഷകരൊക്കെ തന്നെ പുലർത്തുകയും ചെയ്യുന്നുണ്ട്. അതിന് മറുപടിയായി ഇടതുപക്ഷം പറയുന്നത് ഭരണവിരുദ്ധ വികാരമില്ല, ജനങ്ങളെ ശരിക്കും അഡ്രസ്സ് ചെയ്തൊരു സർക്കാരാണ്, പിന്നെ എന്തിന് ജനങ്ങൾ മാറി ചിന്തിക്കണം, മറിച്ച് വോട്ട് ചെയ്യണം എന്നുള്ളതാണ് അവരുടെ ചോദ്യം. ഇത് അവരുടെ വലിയൊരു ക്യാമ്പയിനാണ്. അങ്ങനെയൊക്കെ എന്താണ് തോന്നുന്നത്? ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഇല്ലേ? എന്താണ് അക്കാര്യത്തിൽ? താങ്കൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളും അർത്ഥസത്യങ്ങളാണ്, അതുപോലെ ശരിയുമാണ് തെറ്റുമാണ്. കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് പ്രകടമല്ല. പ്രകടമായൊരു ഭരണവിരുദ്ധ വികാരമില്ല, സത്യം തന്നെയാണ്. അത് ഗവൺമെൻറ് അഭിമാനിക്കാവുന്ന കാര്യങ്ങളാണ്. അവർ പറയുന്നത് പോലെ സമാനതകളില്ലാത്ത വികസനത്തിൻ്റെ 10 വർഷം, കുറേയൊക്കെ ശരിയാണ്. പിന്നെ നമുക്കറിയാവുന്ന ഈ MLA-മാർ, ഇപ്പം ഇടതുപക്ഷത്തിൻ്റെ MLA-മാരെന്നല്ല, കേരളത്തിലെ പൊതുവെ, അത് കേരളത്തിൻ്റെ രാഷ്ട്രീയപരമായ ഒരു സവിശേഷതയും ഒരു ഭാഗ്യവുമാണ്. MLA-മാരെ പറ്റി ഈ MLA വിരുദ്ധ വികാരം ഇല്ല പലയിടത്തും. 90% MLA-മാർ നല്ലവരാണ്. ശരിയാണ്. ഇപ്പം MLA-മാരെന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് മെമ്പർമാരെ പോലെയാണ്. ഒരു 140 വാർഡുണ്ടാവും ഒരു MLA-യുടെ അടുത്ത്. ആ 140 പഞ്ചായത്ത് മെമ്പർമാരെ പോലെ പെരുമാറിയെങ്കിൽ മാത്രമേ അവർക്ക് പിന്നെ ജനങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പണ്ട് ഒരിക്കൽ ജയിച്ച് തിരുവനന്തപുരത്ത് വന്നാൽ പിന്നെ 5 കൊല്ലം കഴിഞ്ഞ് പോകുന്നവരെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അത് നടക്കുകയില്ല. വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ പോലും സാധ്യമല്ല. അപ്പോൾ അതും ഒരു അഡ്വാൻറ്റേജാണ്. പക്ഷേ അതിനപ്പുറത്ത് ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ഒരു വലിയ ആൻറ്റി വേവ് ആയിട്ട് രൂപപ്പെട്ടിട്ടില്ല, ഒരു വലിയ വേവായിട്ട് രൂപപ്പെട്ടില്ല. പക്ഷെ ഒരു അണ്ടർ കറണ്ട്, ഒരു ഒഴുക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് 2-3 റീസൺ കൊണ്ടാണ്. ഒന്ന്, സ്റ്റാഗ്നൻസി ഉണ്ട്. ഈ 10 വർഷത്തെ കണ്ട പരിചയ മുഖങ്ങൾ, പറഞ്ഞു കേട്ട മുദ്രാവാക്യങ്ങൾ, അല്ലെങ്കിൽ മുന്നോട്ട് വെക്കപ്പെട്ട പ്രോപ്പഗൻഡകൾ, ഇതിനെല്ലാം ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിനപ്പുറത്തേക്ക് വരുമ്പോൾ ആൾക്ക് ഒരു മടുപ്പ് വരാം. രണ്ടാമത്, കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ലെങ്കിലും ആർക്കായാലും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു മുഖ്യമന്ത്രി വിരുദ്ധ വികാരമുണ്ട്, പിണറായി വിരുദ്ധ വികാരമുണ്ട്, ഉറപ്പായിട്ടുമുണ്ട്. അതിൻ്റെ കാരണം, പിണറായി വിജയൻ നമുക്കറിയാമല്ലേ, മാൻ ഓഫ് ആക്ഷൻ, വളരെ ഡൈനാമിക് ആയിട്ടുള്ള ആളാണ്. നമ്മൾ പറയുന്നതിൽ ഇച്ഛാശക്തിയുള്ള ആളാണ്. എന്ത് കാര്യവും നടപ്പിലാക്കുമെന്ന് പറഞ്ഞാൽ നടപ്പിലാക്കാനും ഒക്കെയുള്ള കഴിവുള്ള ആളാണ്. അതുപോലൊപ്പം തന്നെ മറ്റൊരു പ്രശ്നം, ഈ തെരഞ്ഞെടുപ്പ് അദ്ദേഹം മത്സരിക്കുമ്പോൾ നേരിടുന്ന ഒരു പ്രശ്നം, ഇദ്ദേഹമേ ഉള്ളോ എന്നുള്ള ഒരു ചോദ്യം ഉന്നയിക്കുന്നത് ഇടതുപക്ഷത്തു നിന്നുള്ള മനുഷ്യരാണ്. ഞാൻ നിരവധി ലെഫ്റ്റ് ലിബറൽ ഗ്രൂപ്പുകൾ അംഗമാണ്, ലിബറൽ ലെഫ്റ്റുകളുടെ ഗ്രൂപ്പുകൾ അംഗം. ഒരു കാലത്ത് കോളേജ് രാഷ്ട്രീയത്തിലൊക്കെ വളരെ സജീവമായിരുന്നവർ, സെനറ്റ് മെമ്പർമാരും സിൻഡിക്കേറ്റ് മെമ്പർമാരായിരുന്നവരും
യൂണിവേഴ്സിറ്റി യൂണിയൻ ഭാരവാഹികളായിട്ടുള്ളവർ, അവരെല്ലാം ഇപ്പോൾ ഈ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ഈ ചോദ്യം വളരെ പരസ്യമായിട്ട് പാർട്ടിക്കാർ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഓക്കെ. ഈ ഒരു പോരായ്മ ഉണ്ടാകും. കാര്യം മുഖ്യമന്ത്രിയുടെ ആരോഗ്യം ഒരു പ്രശ്നമാണ്, അദ്ദേഹത്തിൻ്റെ പ്രായം ഒരു പ്രശ്നമാണ്. പിന്നെ നമ്മൾ ഇതുവരെ കേട്ടുവരുന്നത് എന്താണ്, ഈ ഇടതുപക്ഷ സിദ്ധാന്തങ്ങളിലും ഇടതുപക്ഷ പാർട്ടി രീതികളിലും ഉള്ള എന്താണ്, വ്യക്തി പ്രധാനമല്ല, ഇല്ലേ? അതെ. അത് സംഘടനയാണ് പ്രധാനം. പക്ഷെ അല്ലാതെ അത് വ്യക്തി കേന്ദ്രീകൃതമാകുമ്പോൾ, അത് പൂർണ്ണമായും കേന്ദ്രീകൃതമാകുമ്പോൾ അവിടെ കുറേ പേർക്കെങ്കിലും അതിനോട് എതിർപ്പുണ്ടാകുന്നു. ഓക്കെ. ആ എതിർപ്പുകൾ ഒരു കാലത്ത് അടക്കി വെച്ചിരുന്നവരാണ് പരസ്യമായി കുറേയെങ്കിലും ആൾക്കാർ വരുന്നത്. അത് ചെറിയ കാര്യമല്ല. ഇപ്പം അത് ഗൗരിയമ്മ പാർട്ടി ഉണ്ടാക്കിയതുപോലെ എം വി രാഘവൻ പാർട്ടി ഉണ്ടാക്കിയതുപോലെയല്ല. വേറൊരു പാർട്ടി ആകുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായ ശത്രുവിനെ നേരിടാൻ എളുപ്പമാണ്. പക്ഷേ നിങ്ങൾ അറിയാതെ ഒരാൾക്കൂട്ടം രൂപപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിനെ നേരിടുക അത്ര എളുപ്പമല്ല. ഓക്കെ. അടുത്ത ഒരു കാര്യം, അത് വളരെ പ്രധാനമാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് പിണറായി കഴിഞ്ഞാൽ ആര് എന്നൊരു ചിന്തയുണ്ട്. ഒരു സെക്കൻഡ് ലൈൻ ഓഫ് ലീഡർഷിപ്പ് ഇല്ല. അത് ക്രൗഡ് പുള്ളറായിട്ടുള്ള ജനങ്ങളെ ആകർഷിക്കാൻ പറ്റിയ മറ്റൊരാളിനെ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കേരളത്തിൽ 3 പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ, അതായത് അഖിലേന്ത്യാ സെക്രട്ടറി എങ്ങനെ കേട്ടോ, മറ്റൊന്ന് എം വി ഗോവിന്ദനും എ വിജയരാഘവനും. അതെ. ഇവർ ജനസാമാന്യം എന്ന് പറഞ്ഞാൽ 5 ലക്ഷത്തിലധികം വരുന്ന പാർട്ടി പ്രവർത്തകരല്ലല്ലോ, പാർട്ടി അംഗങ്ങളല്ലല്ലോ എപ്പോഴും ഇടതുപക്ഷത്തിലേക്ക് കൊണ്ടുവരുന്നത്. എക്സാക്ട്ലി. അതെ. വലിയൊരു ആൾക്കൂട്ടമാണ്. ഇടത് അനുഭാവികൾ, പുരോഗമന ചിന്താഗതിയുള്ളവർ, ഇല്ലേ? ഒരു വലിയ ആൾക്കൂട്ടമാണ്. പക്ഷെ ആൾക്കൂട്ടത്തെ ആകർഷിക്കാൻ പറ്റിയ ആളുകളുണ്ടോ? ഈ ഒരു ചോദ്യം വലതുപക്ഷത്തിന് ഇടയിൽ നിന്ന് തന്നെ വളരെ ശക്തമായി വരുന്നുണ്ട്. അതെ, അതായത് ഇടതുപക്ഷം പറയുന്നു, നിങ്ങൾ ഒരു നേതാക്കന്മാരുടെ കൂട്ടമാണെന്ന് പറയുമ്പോൾ, അതെ, ഞങ്ങൾ ജനാധിപത്യ പാർട്ടിയാണ്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, നേതാക്കൾ ഒരുപാടുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഒരാളല്ലേ ഉള്ളൂ, അതിനുശേഷം ആര്? അതെ, തമ്മിലടിയൊക്കെ അവിടെ ഉണ്ടെങ്കിലും ഒരു റെയിൻബോ ലീഡർഷിപ്പ്. ഇപ്പൊ റെയിൻബോ ഒന്നും ഇല്ലെങ്കിലും വിബ്ജിയോർ ഒന്നും ഇല്ലെങ്കിലും ഒരു 3 കളറെങ്കിലും ഉണ്ടാകേണ്ടതാണ്. അതില്ല എന്നുള്ളതും ക്രൗഡ് പുള്ളർ ഇല്ല എന്നുള്ള ഒരു വലിയ പോരായ്മയാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഈ ഒരു വിഷയം അത് ഇതുവരെ ഇടതുപക്ഷം നേരിട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ ശരിയായിരിക്കും. കാരണം ആണല്ലോ, മുൻപൊക്കെ ബാലൻസിങ് എപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പം വി എസിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വി എസിന് ആരോഗ്യം ഉണ്ടായിരുന്നു, പി എസ് ഉണ്ടായിരുന്നു, പിണറായി ഉണ്ടായിരുന്നു, കോടിയേരി ഉണ്ടായിരുന്നു. കോടിയേരിയുടെ അസാന്നിധ്യമാണ് CPM ഒരു വ്യക്തി പ്രധാനമാണെന്ന് വെച്ചാൽ വ്യക്തി പ്രധാനമാണെന്നേ. കോടിയേരിയുടെ അസാന്നിധ്യമാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. കോടിയേരി ജീവിച്ചിരുന്നുവെങ്കിൽ ഈ ജി സുധാകരനോ കുഞ്ഞികൃഷ്ണനോ ടി.കെ. ഗോവിന്ദനോ ഒന്നും ഈ പാർട്ടി വിട്ടു പോകില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും ഇടപെടേണ്ട സമയത്ത് ഇടപെടും. കോടിയേരി ജീവിച്ചിരുന്നുവെങ്കിൽ അവിടെ തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റിയിൽ P.K. ശ്യാമളയ്ക്ക് വേണ്ടി സീറ്റ്, ഭാര്യ എന്നൊന്നും ഞാൻ പറയുന്നില്ല, P.K. ശ്യാമള ഒരു 40 വർഷത്തെ ഇടതുപക്ഷ പ്രവർത്തനമുള്ളവരാണ്, അവർ ജില്ലാ കമ്മിറ്റി അംഗം. എം വി ഗോവിന്ദൻ തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റിയിൽ P.K. ശ്യാമളയ്ക്ക് വേണ്ടി സീറ്റിന് വേണ്ടി സമ്മർദ്ദം ചെലുത്താൻ പോകില്ലായിരുന്നു. കോടിയേരി ബാലകൃഷ്ണന്റെ അസാന്നിധ്യമാണ് CPM നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന്. അദ്ദേഹം നല്ലൊരു സംഘാടകനായിരുന്നു, കടുംപിടുത്തമുള്ള ഒരു മനസ്സുണ്ടായിരുന്നു, പക്ഷേ ഒരു സൗമ്യ മുഖമുണ്ടായിരുന്നു, ധർമ്മബോധമുള്ള മനുഷ്യനായിരുന്നു, ഒരു കാര്യത്തെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന ആളായിരുന്നു. എക്സാക്ട്ലി. അതുകൊണ്ട് തന്നെ കേരളത്തിൽ അക്കാലത്ത് പ്രശ്നങ്ങൾ കുറവായിരുന്നു. ഇപ്പം നമുക്കറിയാം CPMന്റെ ലോക്കൽ ഏരിയ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ പലയിടത്തും വലിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം എൻ്റെ പ്രദേശം, ഞാൻ വരുന്ന കരുനാഗപ്പള്ളി നിന്നാണ്. കരുനാഗപ്പള്ളിയൊക്കെ പല ലോക്കൽ കമ്മിറ്റികൾ പിരിച്ചുകൂടി ഏരിയ കമ്മിറ്റി തന്നെ ദീർഘകാലം ഇല്ലാതാക്കി വെച്ചിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പ്രശ്നം സോൾവ് ചെയ്യാൻ വരുന്ന സംസ്ഥാന നേതാക്കന്മാർക്ക് നിശ്ചയമായിട്ടും അത് പരിഹരിക്കാൻ കഴിയുന്നില്ല. അവിടെ പാർട്ടി സെക്രട്ടറി വന്നിട്ട് പോലും പരിഹരിക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെ പരിഹരിക്കാൻ കഴിയുന്നവരാണ്, ആ മിടുക്കുള്ളവരാണ്, ശേഷിയുള്ളവരാണ് CPM എന്നല്ലേ നമ്മൾ ധരിച്ചിരിക്കുന്നത്. അതായിരുന്നു സത്യവും. അതാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. ഗൗരിയമ്മ പാർട്ടി വിട്ടുപോയി, മറ്റൊരു പാർട്ടി ഉണ്ടാക്കി, എം വി രാഘവൻ മറ്റൊരു പാർട്ടി ഉണ്ടാക്കി പോയി, KPR ഗോപാലൻ, ചെറിയാൻ. പക്ഷേ അത്തരത്തിലുള്ള സാഹചര്യം നേരിടുവാൻ തക്ക നേതാക്കൾ അന്നുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ CPM അല്ല, ഇന്ന് മാറിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ പാർട്ടി വിട്ടുപോകലും വേറൊരു പാർട്ടി ഉണ്ടാക്കലും നേരിടാൻ വളരെ എളുപ്പമാണല്ലയോ? വളരെ എളുപ്പമാണ്. കാര്യം നിങ്ങൾക്കൊരു പൊതുശത്രു ഉണ്ടായിക്കഴിഞ്ഞു മുഖാമുഖം നേരിട്ടാൽ മതി. പക്ഷെ അതല്ല ഈ കൂടിയിരുന്നുകൊണ്ടുള്ള ഏർപ്പാടുകൾ. ഇപ്പം തളിപ്പറമ്പിലോ പയ്യന്നൂരിലോ ഒറ്റപ്പാലത്തോ അമ്പലപ്പുഴയോ ഒന്നും ഈ വിഘടിച്ച് നിൽക്കുന്ന മനുഷ്യർ ജയത്തിലെത്തുമെന്നൊന്നും എനിക്കറിയില്ല, ആയന നിരീക്ഷണമൊന്നും ഞാൻ നടത്തില്ല. പക്ഷെ അവിടെയൊക്കെ ഉണ്ടാക്കുന്ന ഓളങ്ങൾ ഭയങ്കര വലുതാണ്, ചർച്ചകൾക്ക്. അത് ട്രിമ്മറാണ്, ഒരുതരം ട്രിമ്മർ രൂപപ്പെടുന്നുണ്ട്. ഒരു ഭൂചലനത്തിന്റെ ചെറിയ അംശങ്ങൾ. നമ്മൾ പറയും റിക്ടർ സ്കെയിലില് 7.5 ഒന്നും ഇല്ലെങ്കിൽ ഒരു 4.2 അവിടെ നടക്കുന്നുണ്ട്. തൊട്ടടുത്ത മണ്ഡലങ്ങളിലേക്കും അത്
അതിൻ്റെ വികിരണങ്ങൾ പോകുന്നുണ്ട്. വരുന്നുണ്ട്, അല്ല, വികിരണങ്ങൾ ഇത് വളരെ വരുന്നുണ്ട്. ഗുരുതരമായിട്ടുള്ള സംഭവമാണല്ലോ. അതായത് ഒരു പാർട്ടി രക്തസാക്ഷിക്ക് വേണ്ടി നടത്തിയ ഫണ്ട് പിരിവ് ദുർവിനിയോഗം ചെയ്തു. അതിൽ ട്രാൻസ്പെറൻസി ഇല്ല എന്ന് പറയുമ്പോൾ CPMന്റെ പ്രഖ്യാപിത നയങ്ങൾക്കെതിരാണ്. അതുപോലെ തന്നെ എന്താണ്, വർഗത്തിന് വേണ്ടി, തൊഴിലാളി വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ സ്വന്തക്കാർക്ക് വേണ്ടി വാദിക്കുന്നു എന്ന് പറയുന്ന ഒരു വിഷയം തളിപ്പറമ്പിൽ ഉയരുന്നു. അപ്പോൾ ഈ പാർട്ടിയുടെ ഏറ്റവും കരുത്തുറ്റ കേന്ദ്രങ്ങളായിട്ടുള്ള തളിപ്പറമ്പിലും പയ്യന്നൂരിലും ഈ വിഷയം ഉയർന്നു വരുമ്പോൾ, അത് ചർച്ച ചെയ്യാൻ ഒരു വിഭാഗം ധൈര്യം കാണിക്കുന്നു എന്ന് വരുമ്പോൾ, അത് പാർട്ടിയിൽ വലിയ ഒരു മാറ്റത്തിന്റെ തുടക്കമാണ് എന്നാണ്. വലിയ മാറ്റമല്ലെങ്കിലും ചെറിയ മാറ്റത്തിന്റെ തുടക്കം. പാർട്ടിയിൽ എങ്ങനെ മാറുമെന്ന് അറിയില്ല. പക്ഷെ അത് നമ്മൾ ഈ പാർട്ടിയും ഭരണത്തെയും രണ്ടായി കാണണം. ഓക്കെ. പാർട്ടി എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായ ഒരു സംവിധാനമാണ്. അതിനകത്ത് വളരെ ജൈവികതയുണ്ട്, അതിനകത്ത് ഹൃദയമുണ്ട്, വൈകാരികതയുണ്ട്. പക്ഷേ ഈ ഭരണത്തിനകത്തൊന്നും ഇല്ലെന്നേ. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഒരു ഒളിഗാർക്കിയാണ്. ഒരു ചെറുപക്ഷം വലിയ അതിനെ മാനേജ് ചെയ്യുകയാണ്. അവർ കൃത്യമായി അതാണ് ഒരു ചെറുപക്ഷം മാനേജ് ചെയ്യുകയാണ്. ഒരു ചെറുപക്ഷം, ആ ചെറുപക്ഷം മാനേജ് ചെയ്യുന്നതിൽ വളരെ രസകരമായ സമവാക്യങ്ങൾ പലതുമുണ്ട്. കേരളത്തിൽ ഒരു 10% താഴെ ജനവിഭാഗമുള്ള ഒരു സമുദായത്തിൽ നിന്നുള്ള 11-12 മന്ത്രിമാർ 21 മന്ത്രിമാരുടെ ഭാഗമാകുമ്പോഴാണ് ഈ ഒളിഗാർക്കി എന്ന് പറയുന്ന സംവിധാന സെറ്റപ്പ് എന്താണെന്ന് മനസ്സിലാകുന്നത്. ഇവർ ഈ ഒരു ചെറിയ പക്ഷം, ഈ ഒരു 11 ഈ പേരിരുന്നിട്ട് ഒരു വലിയ ഭൂരിപക്ഷത്തെ മാനേജ് ചെയ്യുവാണ്. അപ്പോൾ അത് ഒരു ചെറുപക്ഷത്തിൻ്റെ ഭരണ നിർവഹണം വലിയ പക്ഷത്തിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ ഇതൊരു വലിയ ആൻറ്റി വേവായി അല്ലെങ്കിൽ ഒരു വേവായി പാർട്ടിയെ ദുർബലമാക്കുമെന്നൊന്നും പറയാനില്ല. പക്ഷെ അത് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടല്ലോ, അതിനകത്ത് അറിയാതെ ഈ അണ്ടർ കറണ്ടായിട്ട്, ഈ അടിയൊഴുക്കായിട്ട് ചിലപ്പം വർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പോയിന്റ് അതാണ് ഞാൻ റേറ്റ് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഈ ഒളിഗാർക്കി എന്ന് പറയുന്ന ഈ ഒരു സംഭവം കഴിഞ്ഞ കുറച്ച് നാളുകളായി പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന ഒരു ഘടകം തന്നെയാണ്. അത് പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നുണ്ട്. കാരണം ഈ ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, കേരളത്തിൻ്റെ ജാതി സമവാക്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈഴവർ പ്രബല വിഭാഗമാണ്. നമ്പർ വെച്ച് നോക്കും. ആ നമ്പർ ആണ് CPMനെ ഇതുവരെ താങ്ങി നിർത്തിയിരുന്നത്. അവരുടെ കോർ വോട്ട്. അവർ ഈ പാർട്ടിയിൽ നിന്ന് മാറുന്നു, അല്ലെങ്കിൽ മാറുന്നതിനെ കുറിച്ച് വലിയൊരു വിഭാഗം ചിന്തിക്കുന്നു. ഇനി നമുക്ക് ഇതിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നൊരു തോന്നൽ അവർക്കിടയിൽ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു എന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിനെ നിർണ്ണയിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ ഇനിയുള്ള കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പിനെ നിർണ്ണയിക്കാൻ പോകുന്നത്. നമുക്കറിയാമല്ലോ, ഇപ്പം CSDS നടത്തിയൊരു പഠനമുണ്ട് ഇപ്പം അടുത്ത്. ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുമ്പം ഒരു ആൻറ്റി ഫാഷിസ്റ്റ് മൂവ് എന്നുള്ള നിലയിൽ മുഴുവൻ ഈ ന്യൂനപക്ഷ കൺസോളിഡേഷൻ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ വർഗം തിരിച്ചു, ജാതി തിരിച്ച് കൺസോളിഡേഷൻ സംഭവിക്കുന്നു എന്നൊക്കെ പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് അയഥാർത്ഥമാണ്, അശാസ്ത്രീയമാണ്. സംഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എങ്ങനെയാണ് 4 ലക്ഷവും 5 ലക്ഷവും ഒക്കെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ ഭൂരിപക്ഷം കിട്ടുന്നത്? 45,000 48,000 വോട്ടൊക്കെ അല്ലേ ഓരോ മണ്ഡലത്തിൽ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ കൺസോളിഡേറ്റ് ചെയ്ത് വോട്ട് ചെയ്യുവാണ് ജനങ്ങൾ. മനസ്സിലായില്ലേ? പക്ഷേ തിരിച്ച് 2001 മുതലുള്ള ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പം തിരിച്ച് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നു ഈ ജനവിഭാഗം. അതിനിടയ്ക്ക് ഒരു പ്രാവശ്യം ഉമ്മൻചാണ്ടിയുടെ ഭരണം വന്നതുപോലെ നമുക്കറിയാം, 1-2 സീറ്റിന്റെ വിഷയത്തിലാണ്. അപ്പൊ ആക്ച്വലി കഴിഞ്ഞ ഒരു 20 വർഷമായി ഇടതുപക്ഷം തന്നെയാണ് കേരളത്തിലെ ഭരണത്തിലുള്ളത്. പക്ഷെ അപ്പോഴെല്ലാം എന്ത് പറ്റുന്നു? പാർലമെന്റ് സ്ഥലത്ത് ഭീകരമായ 121, 122 സീറ്റുകളാണ് നമ്മൾ ആ രീതി കണക്കൂട്ടി നോക്കുമ്പോൾ. നിയമസഭാ സീറ്റുകൾ ഒരു മട്ടന്നൂരോ തലശ്ശേരി ഒഴിച്ച് ബാക്കി എല്ലാം മറിയുകയാണ്. ഓക്കെ, ഈ കൺസോളിഡേഷൻ ഈ ന്യൂനപക്ഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു വോട്ടിംഗ് ഇടതുപക്ഷത്തിന് കിട്ടിയിരുന്നു. അത് അവരുടെ ഒരു കോർ വോട്ടുണ്ടല്ലോ, അതായത് പാർട്ടി അനുഭാവികൾ, പാർട്ടി പ്രവർത്തകരുടെ ഫണ്ടമെന്റൽ വോട്ടെന്ന് നമുക്ക് പറയാം. അതിനപ്പുറത്തൊരു 7 മുതൽ 9% വരെ ഈ പക്ഷത്തു നിന്നുള്ളവർ അവർക്ക് വോട്ട് ചെയ്ത് കൊണ്ടാണ് അവർ കഴിഞ്ഞ പ്രാവശ്യം മുമ്പിലൊക്കെ അധികാരത്തിൽ വന്നത്. പക്ഷേ ഇപ്പോൾ CSDSനെ പോലുള്ള പഠനം, അല്ലെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ വിസിബിളായിട്ടുള്ള ഒരു കാര്യം അനുസരിച്ച് ആ വിഭാഗങ്ങൾ പൂർണ്ണമായും, അത് മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ പൂർണ്ണമായും ഇടതുപക്ഷത്തിന് എതിരാണ്, ഇടതുപക്ഷത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അതേപോലെ അങ്ങനെ വരുമ്പോൾ ഇവരുടെ ബാലൻസിങ്ങിൻ്റെ ഏറ്റവും വലിയ പവർ, അതായത് കേരളത്തിൽ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ നമുക്ക് നിസ്സംശയം വിളിക്കാം, അത് ഈഴവാദി പിന്നോക്കങ്ങളുടെ ബഹുസ്വരതയുള്ള പാർട്ടി എന്നുള്ള നിലയിലാണ്. അതൊരു ബഹുസ്വരമാണ്. അവർ കുറേ പേരുണ്ട്. അവർ ഇത് മാത്രമല്ല, ആ വിഭാഗത്തിൽ നിന്ന് വ്യാപകമായി കൊഴിഞ്ഞു പോക്കാനാണ് സംഭവിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ
BJP-ക്കാർ ഏത് ജാതി ഏത് വിഭാഗത്തിൽ നിന്നാണ്? അത് ഈഴവരിൽ നിന്നാണ്, ഇല്ലേ? അതെ. നായന്മാരുടെ പോക്ക് നേരത്തെ പോയി നേരത്തെ ഉണ്ടായിരുന്നു. നിന്നു സ്റ്റാഗ്നൻസി ആണ്. Stagnancy അതൊരു ആയി. പോയിന്റിൽ അവിടെ നിന്നു. ഇപ്പൊ ഏറ്റവും കൂടുതൽ പോകുന്നത് അല്ല ദളിതരിന്ന് കുറെ പേര് പോകുന്നുണ്ട്. പിന്നെ വേറെയുണ്ട് കേരളത്തിൽ അങ്ങനെ നിർണായകം അല്ലെങ്കിൽ പോലും 3-4%, 4-6% ഒക്കെ വോട്ട് കിട്ടുന്ന വിഭാഗങ്ങളുണ്ട്. ലൈക്ക് വിശ്വകർമ്മ ഉം. കമ്മ്യൂണിറ്റി, അതല്ല ധീവര കമ്മ്യൂണിറ്റി. ഇവിടൊക്കെ നല്ല ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ട്. ഉം. അപ്പൊ അതിനെ ഇങ്ങനെ ഒളിച്ചു വെച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഈഴവരിൽ നിന്നുള്ള ഷിഫ്റ്റ് ഒരിക്കലും ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ച് CPM-ന് CPI-ക്ക് താങ്ങാൻ കഴിയില്ല. തീർച്ചയായിട്ടും. കാര്യം അവരുടെ ബേസ് ആണത്. അതാണ് ബേസ്, അതാണ്. അല്ല, ഞാനൊരു പോയിന്റ് കൂടി മുന്നോട്ട് വയ്ക്കുകയാണ്. അതായത് ഇടതുപക്ഷത്തിന്റെ തുടക്കത്തിന് തന്നെ കാരണമായത് എനിക്ക് തോന്നുന്നു ഈ ഈഴവ വിഭാഗം നേരിട്ടുകൊണ്ടിരുന്ന ഒരു അടിച്ചമർത്തൽ, അവരുടെ പാർശ്വവൽക്കരണം, ഇതൊക്കെ തന്നെയായിരുന്നു. അല്ലെങ്കിൽ ഈഴവാദി പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു, അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ടത് അങ്ങനെ ആയിരുന്നല്ലോ. ജാതി വ്യവസ്ഥയൊക്കെ അന്ന് വളരെ സ്ട്രോങ് ആയിരുന്നല്ലോ. പക്ഷേ അതിനുശേഷം നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ കോൺഗ്രസിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈഴവർ ഇത്രയേറെ അധികമുള്ള കേരളത്തിൽ എത്ര ഈഴവ കാൻഡിഡേറ്റ്സ് ഉണ്ട് എന്ന് ചോദ്യം വരുന്നു. എത്ര ഈഴവ മന്ത്രിമാർ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്? അവർക്ക് എത്ര ഈഴവ മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്? ആർ ശങ്കറിനെ എന്താണ് സംഭവിച്ചത് കോൺഗ്രസിൽ പിന്നീട്? ഈ ഒരു ചർച്ച ജനങ്ങൾക്കിടയിലുണ്ട്. ഈഴവർക്ക് രക്ഷയില്ല, രണ്ടിടത്തും രക്ഷയില്ല. അപ്പൊ ഇപ്പോൾ CPM-ന് രക്ഷയില്ലാതായിരിക്കുന്നു. ഞങ്ങൾ ഇത്രയും താങ്ങി നിർത്തിയിട്ട് എന്താണ് നമുക്ക് തരുന്നത്? ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. അതിനുശേഷം എങ്കിൽ പിന്നെ നമുക്ക് BJP ഒന്ന് പരീക്ഷിക്കാം. സാമ്പത്തിക അവസ്ഥയൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട്. പഴയ അവസ്ഥയല്ല, പഴയ സമൂഹത്തിൽ നിന്നുള്ള പുറത്താക്കലിന്റെ അവസ്ഥയല്ല. ഇപ്പൊ എല്ലായിടത്തും ഇരിപ്പിടം കിട്ടിയ സമ്പത്ത് ഉള്ളവരാണ് കുറെ പേര് ഇതില്. അപ്പൊ അങ്ങനെയുള്ളവരാണ് കൂടുതൽ പോയിരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ അറിയാം, ഒരു സമ്പത്തൊക്കെ ഉള്ളവരാണ്, വാഹനമൊക്കെ സ്വന്തമായിട്ടുള്ളവരാണ് പോയിരിക്കുന്നത്. അവരാണ് ഈ മോട്ടോർ ബൈക്ക് റാലിയിലൊക്കെ ഈ കാറുകളുമായിട്ട് വരുന്നത്. അപ്പൊ അത് ചെറിയ കാര്യമല്ല. അത് ആ ഷിഫ്റ്റ് ഭീകരമാണ്. അതിനെ ശരിക്കും അഡ്രസ്സ് ചെയ്യണം. അതിന് അഡ്രസ്സ് ചെയ്യാനുള്ള മറുപടി അല്ല വെള്ളാപ്പള്ളി നടേശൻ. ഈഴവരുടെ വോട്ട് ഏതെങ്കിലും പോകുന്നു എന്ന് കരുതി കൂടെ കൂട്ടേണ്ട ആളല്ല ബഹുമാന്യനായ വെള്ളാപ്പള്ളി. അതും നെഗറ്റീവ് ഉണ്ടാക്കിയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് നെഗറ്റീവായ സെൻസിലേക്ക് പോയി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് എനിക്ക് തോന്നുന്നു മറ്റു വിഭാഗങ്ങളൊക്കെ അതിനെ ആ ഒരു രീതിയിലാണ് എടുക്കുന്നത്. ഇതിപ്പോ SNDP-യുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടി എന്ന രീതിയിലാണ്. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. അത് മുസ്ലിങ്ങളെ അല്ല പറയുന്നത്, മുസ്ലിം ലീഗിനെയാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ അത്യാവശ്യം മിനിമം പലയിടത്തിലൊക്കെ പോയിട്ടുള്ളതല്ലേ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലേ. അത് മാത്രമല്ല നായാടി മുതൽ നസ്രാണി വരെ എന്ന് പറയുമ്പോൾ ഇതിനിടയ്ക്ക് ഒരു മായില്ലല്ലോ, രണ്ട് നായരിടയ്ക്ക് ഒരു മായില്ലാതെ പോകുന്നത് എന്താണ്? അല്ലേ? അന്ന് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, തങ്ങളെ അങ്ങോട്ട് ക്ഷണിച്ചു, മുസ്ലിം ലീഗ് തന്നെയാണ് ഒപ്പം നിർത്തി, നമുക്ക് കുറേയേറെ കാര്യങ്ങളുണ്ട്, നിങ്ങൾ നായർക്കൊപ്പം നിൽക്കേണ്ടതില്ല, അവർ സാമ്പത്തിക സംവരണത്തിന്റെ ആൾക്കാരാണ്, നമ്മളാണ് സാമുദായിക സംവരണത്തിന്റെ ആൾക്കാർ, നമുക്ക് ഒരുമിച്ച് നിൽക്കാം, ഒരുമിച്ച് വരുന്നത്. പക്ഷെ അങ്ങനെ പറഞ്ഞു, അവർക്കൊപ്പം നിന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്, NSS-നെ തള്ളി പറഞ്ഞു, ഇവർക്കൊപ്പം നിന്നു, ഇവർക്ക് വേണ്ടി സമരം ചെയ്തു, ഇവർക്ക് വേണ്ടി നിയമ പോരാട്ടങ്ങളിൽ പണം ചെലവഴിച്ചു, എന്നിട്ട് അവസാനമായപ്പോൾ കരുവേപ്പില പോലെ വലിച്ചെറിഞ്ഞു, പരിഗണിക്കപ്പെട്ടില്ല. അവസാന നിമിഷം അധികാരത്തിൽ UDF വന്നപ്പോൾ യാതൊരു പരിഗണനയും ലഭിച്ചില്ല. ആ ഒരു ദുരനുഭവമാണ് തന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിച്ചത്, ഈ ഒരു നിലപാട് സ്വീകരിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ന് UDF നേരിടുന്ന ഒരു വലിയൊരു വിഷയം കൂടി. ആ ഒരു വിഷയമുണ്ട്, UDF-ന് നമുക്കറിയാവുന്നതല്ലേ, ഈഴവ പിന്തുണ ഉണ്ടോന്ന് ചോദിച്ചാൽ പല മണ്ഡലങ്ങളിലും വളരെ നിർണായകമായിട്ടുണ്ട്. ഇപ്പൊ അടൂർ പ്രകാശ് നമ്മൾ ഇരിക്കുന്ന സ്റ്റുഡിയോ ഇരിക്കുന്ന പ്രദേശത്ത് MP ആവുന്നത് നിശ്ചയമായിട്ടും ആ ഒരു സാമുദായിക പിന്തുണ കൂടി കൊണ്ടല്ലേ. എന്താണ് ഈ സാമുദായിക പിന്തുണ? ഞാൻ സ്ഥിരമായി സംസാരിക്കുമ്പോൾ ഏതും കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇത് പറയുമ്പം പലരും എന്നെ കളിയാക്കാറുണ്ട്. ഇപ്പോൾ ഈഴവരുടെ വോട്ട്, നായരുടെ വോട്ട് ഇതെല്ലാം കൂടെ പോക്കറ്റിലാണോ? അല്ല, അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ലോകം മുഴുവൻ ഈ പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ വർക്കേഴ്സ് എന്ന് പറയുന്നവർ, അല്ലെങ്കിൽ അനുഭാവികൾ എന്ന് പറയുന്നവരുടെ ലെസ് ദാൻ 50% ആണ്. വടക്കേ ഇന്ത്യയിലൊക്കെ ലെസ് ദാൻ 30% ആയിരിക്കും. കേരളത്തിൽ അത് ഒരു 50 ഉണ്ടെന്ന് വെക്കാം. കാര്യം നമ്മളെ രണ്ടിനെയും കൂടെ ഉൾപ്പെടുത്തിയാണ് 50 ഉണ്ടെന്ന് വെക്കാം. ബാക്കി 50% പേർക്ക് ഈ രാഷ്ട്രീയ പ്രവർത്തനമൊന്നും ഇല്ലെന്നേ. അതായത് വലിയ മിടുക്കരാണെന്ന് പറയുന്നത് പലരും പത്രവായന പോലും ഇല്ല, എന്ത് സംഭവിക്കുന്നു എന്ന് പോലും അവർക്കില്ല. അപ്പം അവർ സ്വാധീനിക്കപ്പെടുന്ന പല വഴികളിൽ ഒന്ന് മതം ഭയങ്കര പ്രധാനപ്പെടും. മതവും ജാതിയും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ നീ ഇപ്പോൾ സംസാരിച്ച മുസ്ലിം ലീഗിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു 1-2 കൗതുകമുള്ള കാര്യം പറയാം. ഒന്ന്, ഈ മുസ്ലിം ലീഗ് കേരളത്തിൽ വലിയ അനിവാര്യതയുള്ള ഒരു പാർട്ടിയാണ്. നമ്മുടെ ഒരു ഫാബ്രിക്കിനെ ഇങ്ങനെ നിലനിർത്തുന്നതിൽ അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. മാത്രമല്ല അവർ നടത്തിയ ഒരു വലിയ പൊളിറ്റിക്കൽ ടാക്ടിക്സ്
അതിനെപ്പറ്റി പറയാനാണ്. ഉം. അപ്പോൾ അവർക്ക് 27 സീറ്റല്ലേ? അതെ. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്കിംഗ് റേറ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ള അവർക്ക് തന്നെയാണ്. സ്ഥാനാർത്ഥികളായിരിക്കും. അവർക്ക് തന്നെയാണ്. എൻ്റെ ഒരു കണക്കൂട്ടൽ 21 to 22 വരെ അവർക്ക് ജയിക്കാം. അതെ. അതിനകത്ത് നിശ്ചയമായിട്ട് ഞാൻ പേരാമ്പ്രയും കൂത്തുപറമ്പും കൂട്ടിയിട്ടില്ല. ചിലപ്പം പേരാമ്പ്രയും കൂത്തുപറമ്പും കൂടി ജയിക്കാം. അങ്ങനെ സാധ്യതയുണ്ടോ? ഉണ്ടാകാം, ആഹാ. ഉണ്ടാകാം. അത് വലിയൊരു അത്ഭുതമായിരിക്കും. കൂത്തുപറമ്പിൽ ചുരമിറങ്ങി വന്ന ഒരു ലേഡി, ഒരു ദളിത് ലേഡിയാണ് അവരുടെ പ്രവർത്തിക്കുന്നത്. അവരുണ്ടാകുന്ന ആൾക്കൂട്ടം കൊണ്ട് വോട്ടാവുന്നൊന്നും പറയുന്നില്ല. പക്ഷെ വളരെ ആഴത്തിലേക്ക് അവർക്ക് ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉം. ജയന്തി രാജൻ എന്ന് പറയുന്ന ലേഡിക്ക് ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ സൗമ്യമായ പെരുമാറ്റം. പിന്നെ അവിടെ MLA-ക്കെതിരെ നമ്മൾ മുമ്പേ പറഞ്ഞാൽ 90% MLA-മാരും മികച്ചവരായിരുന്നു എന്ന്. KP മോഹൻ സാറിനെതിരെ അവിടെ നല്ലൊരു ഓ, ഒരു അങ്ങനെയുണ്ട്. ഒരു ഒരു പ്രശ്നമുണ്ട്. ഉം, ഉം. അപ്പം പിന്നെ അത് മാത്രമല്ല, KP മോഹൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ കുടുംബ പാരമ്പര്യത്തിന്റെ പിന്തുണയും കുറുപ്പിന്റെ ഒരു പിന്തുണയും കൂടെ ചേർത്തിട്ടാണ് അദ്ദേഹം ജയിച്ചുകൊണ്ടിരുന്നത്. ആ പിന്തുണയൊന്നും പുതിയ പ്രവീൺ എന്ന് പറയുന്ന ഈ സ്ഥാനാർത്ഥിക്ക് ഇടാനില്ലാത്തത് കൊണ്ടും, ഓ. ഞാൻ മുൻപേ സൂചിപ്പിച്ച പോലെ ഈ 7 to 9% ഈ മൈനോറിറ്റി ഹെൽപ്പ് ഉണ്ടല്ലോ, ആ. ഇപ്പൊ അപ്പുറത്തോട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഒരു അഡ്വാൻറ്റേജ്, ആ അഡ്വാൻറ്റേജ് ഇല്ലാതാകുമ്പോൾ ഈ കൂത്തുപറമ്പും പ്രശ്നമാണ്. പ്രശ്നമാണ്. പേരാമ്പ്ര കോഴിക്കോട് CPM-ന് ഏറ്റവും മികച്ച അടിത്തറയുള്ള മണ്ഡലമാണ്. അവിടെ വളരെ സൗമ്യനായ വലിയ ദീർഘ പാരമ്പര്യമുള്ള TP ആണ് മത്സരിക്കുന്നത്. പക്ഷേ എൻ്റെ ലിയോ, ഈ വേവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അത് നമ്മളീ പറയുന്ന പോലെ 2% എഡ്ജ് 2% സിംഗ് എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. ഉം, ഉം. ഈ സിഫോളജി കുറച്ച് മനസ്സിലാക്കിയ ഒരാളെന്നുള്ള നിലയിൽ 2% സിംഗ് എന്ന ഇനിയും ഉള്ള ഒരു ദിവസം ഉണ്ടല്ലോ, ഈ 8-9 ദിവസം. അത് ചെറുതല്ല. രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് ജനാധിപത്യത്തിൽ 9 ദിവസം എന്നൊക്കെ പറഞ്ഞ 9 നൂറ്റാണ്ടാണത്. ഒരു ഇൻസിഡന്റ് ഉണ്ടായാൽ മതി, അതെ. അല്ലെങ്കിൽ ഒരു തീരുമാനത്തിൽ മാറിയാൽ മതി. മനസ്സിലായില്ലേ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ വലിയ അട്ടിമറി ചിലപ്പോൾ സംഭവിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കാം. 45 വർഷമായി രാഷ്ട്രീയം പിന്തുടരുന്ന ഒരാളെന്നുള്ള, തെരഞ്ഞെടുപ്പ് നോക്കുകയാണെന്നുള്ള ഒരാൾ, ഇങ്ങനെ ടൈറ്റായ ഒരു മത്സരം ഞാൻ കണ്ടിട്ടില്ല. അതെ. അതെ, ഇങ്ങനെ ടൈറ്റായ ഒരു മത്സരം കണ്ടിട്ടില്ല. എങ്ങനെയാണ് ഇങ്ങനെ രണ്ടുപേരും ഇങ്ങനെ മുഖാമുഖം വരുന്നതെന്ന് കണ്ടിട്ടില്ല. പക്ഷെ അതിനെ ഇപ്പൊ കൊഴിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഡീൽ ആരോപണമാണ്. അതെ, ഡീൽ ആരോപണമാണ്. തീർച്ചയായിട്ടും. ഡീൽ ആരോപണത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും BJP-യുടെ സംസ്ഥാന പ്രസിഡന്റും കൂടെ ഒരു മുറിയിലിരുന്ന് കൈ കൊടുത്ത ഡീൽ ഓർ നോ ഡീൽ എന്നൊന്നും പറയുന്നൊന്നും ഞാൻ പറയില്ല. ഒരുപക്ഷെ CPIM-ന് അങ്ങനെയുള്ള നീക്കങ്ങൾ അവർ നടത്തിയിട്ടുണ്ടാവില്ല. പക്ഷേ BJP ചില കണക്കൂട്ടലുകൾ നടത്തുന്നുണ്ട്. ഉം, ഉം. BJP-യുടെ അടിസ്ഥാനപരമായിട്ട് ലക്ഷ്യം അത് കോൺഗ്രസ് മുക്ത ഭാരതം തന്നെയാണ്, ഇല്ലേ? മാത്രമല്ല, അവരുടെ ഒരു പൊളിറ്റിക്കൽ റീഡിങ്, കേരളത്തിൽ ഒരിക്കൽ കൂടി UDF അധികാരത്തിന് പുറത്തായാൽ ഈ ഭരണമില്ലാതെ കോൺഗ്രസ്സുകാരുടെ ഒരു രീതി അറിയാമല്ലോ. സിനിമയിൽ പറഞ്ഞ കതറിന് കഞ്ഞി പിഴിയാനെങ്കിലുമുള്ള ആരോഗ്യവും പണവും ഒക്കെ വേണമല്ലോ. അങ്ങനെ വരുമ്പോൾ അതിനകത്ത് വലിയ ഒഴുക്ക് ഇവരിലേക്ക് വരുമെന്നും, ഉം. പിന്നെ ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ, ഇപ്പോൾ കേരള കോൺഗ്രസിന്റെ മുറികളോ ചീളുകളോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽ ജോർജ് വന്നതുപോലെ ഒരു വിഭാഗം അവരുടെ കൂടെ കൂടുമെന്നും, മറ്റ് ചില സംസ്ഥാനങ്ങളിൽ, അതായത് ഒരിക്കലും വിജയിക്കാത്ത പരീക്ഷണമാണ് കേരളത്തിൽ. വൺ ടൈം വണ്ടർ ആയിരുന്നു രാജഗോപാൽ സാർ. അദ്ദേഹത്തിനോടുള്ള താല്പര്യം ഈ വാർഡ് മുതൽ ദിവസം വരെ നിൽക്കുന്ന സൗമ്യനായ ഒരു മനുഷ്യനോട്, യാതൊരുവിധ വിദ്വേഷവും ആരോടും കാണിക്കാത്ത ഒരു മനുഷ്യൻ, എല്ലാവരെയും തൊഴുന്ന ഒരു മനുഷ്യനോടുള്ള ഒരു ആദരവും കൂടിയാണ് ആ തെരഞ്ഞെടുപ്പ് ഫലം, ഇല്ലേ? പിന്നെ അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥി ഉറപ്പിൽ. അപ്പോൾ ഇതൊരു വൺ ടൈം വണ്ടറാണ്. അല്ലെങ്കിൽ ഈ നമ്മൾ നോക്കി ഞങ്ങൾ ഗ്രോത്ത് എന്ന് പറയാനും പറ്റില്ല. ഇപ്പം തെക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം BJP-ക്ക് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു, ഇല്ലേ? തമിഴ്നാട്ടിൽ ഇപ്പോഴില്ല, പണ്ട് MP-മാരൊക്കെ ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ CP രാധാകൃഷ്ണനും പൊൻ രാധാകൃഷ്ണനും ഒക്കെ MP-മാരായിരുന്നു. കർണാടകത്തിൽ നമുക്കറിയാം 12 വർഷം കൊണ്ട് അവർ ഭരണം പിടിച്ചു ആദ്യം പ്രവർത്തിച്ച്. ബാക്കി എല്ലായിടത്തും തെലങ്കാനയിലും ആന്ധ്രയിലും ഒക്കെ അവരുടേതായ സാന്നിധ്യം. ഒരു സ്വാധീനം തെളിയിക്കാൻ പോകുന്ന കേരളത്തിലാണ്. അതുമാത്രമല്ല, 19 നിന്ന് താഴോട്ട് വന്ന് 16 ആക്ച്വലി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് 16 പിടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ അവരുടെ ചില കണക്കൂട്ടൽ ഒരു പോക്കറ്റുകളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. പോക്കറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ 12 വരെ ഉണ്ടായിരുന്നു. ഇപ്പം എനിക്കൊന്ന് 5 to 6 ഒതുങ്ങിയെന്ന് തോന്നുന്നു. 5 to 6 മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒപ്പം UDF-നെതിരെ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെയ്യുക എന്നുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് CPM-ആയിട്ടുള്ള ഡീലായിരിക്കില്ല. ഇനി എന്തെങ്കിലും രഹസ്യമായ ചില മൗനങ്ങളുണ്ടല്ലോ, ചില മൗനങ്ങളും വായനയാണ്. വായന മാത്രമല്ല, നിങ്ങളുടെ വായന മൗനങ്ങളും വായനയാണ്.
അപ്പോൾ ആ മൗനത്തിൻ്റെ വായന വല്ലതും ഉണ്ടോ എന്നുള്ളത് നമുക്ക് വിസിബിളായിട്ട് തോന്നുന്ന ചില മണ്ഡലങ്ങളുണ്ട്. ലൈക്ക് റാന്നി. റാന്നി ശബരിമല നിൽക്കുന്ന മണ്ഡലമാണ്. അതെ. ശബരിമലയുടെ ഏറ്റവും വലിയ പ്രയോക്താക്കൾ അല്ലെങ്കിൽ അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ ഉച്ചത്തിൽ ആരവം മുഴക്കേണ്ടവരാണ് ഇവർ. അവിടെ ഒരു സ്ഥാനാർത്ഥി നമുക്കറിയാമല്ലോ, നമുക്കറിയാമല്ലോ എന്നല്ല, നമുക്ക് അറിഞ്ഞുകൂടാ, അതൊരു വിഷയമാണ്. അല്ല, കോന്നി സുരേന്ദ്രൻ മത്സരിച്ച് വലിയ ടൈറ്റായി വന്ന ഒരു സ്ഥലമാണ്. കോന്നിയിൽ സ്ഥാനാർത്ഥി ഒന്നും പേര് പോലും ആർക്കും അറിയില്ല. അത് 2020 റാന്നിയിലാണെന്ന് തോന്നുന്നു. അവർക്ക് അവിടെ എന്താ ആൾക്കാരുണ്ടോ? ഇതൊക്കെ എറണാകുളത്തിലെ കിഴക്കൻ പ്രദേശത്ത് ഉള്ള ഒരു സാമൂഹിക പ്രസ്ഥാനം, പൊളിറ്റിക്കൽ പാർട്ടി ആയി എന്നല്ല, അവർക്ക് അങ്ങനെ വലിയ ആൾക്കൂട്ടമൊന്നും ഇല്ലല്ലോ. അപ്പൊ ഈ ഘടകകക്ഷികളുടെ സമ്മർദ്ദമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇല്ലല്ലോ. നിങ്ങൾക്ക് വലിയ സ്വാധീനമുള്ളിടത്ത് അങ്ങനെ വരും. അതേപോലെ ഈ ചെങ്ങന്നൂര് പോലുള്ള മണ്ഡലങ്ങൾ, ഇങ്ങനെ കുറേ മണ്ഡലങ്ങൾ. തൃപ്പൂണിത്തറ നമുക്കറിയാമല്ലോ, BJP ആദ്യം ജയിക്കുമെന്ന് കരുതിയ മണ്ഡലങ്ങളിലൊന്നും തൃപ്പൂണിത്തറയാണ്. ഈ പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻ, അറിയില്ല, മഹാഭാരതത്തെയും രാമായണത്തൊക്കെ അമ്മാനമാടിയ മനുഷ്യനാണ്, വലിയ മഹാപണ്ഡിതനായിരുന്നു. അദ്ദേഹം മത്സരിക്കുമ്പം അന്ന് നരേന്ദ്രമോദി രണ്ടിടത്തങ്ങാണ്ട് പ്രസംഗിക്കാമെന്നതിൽ ഒന്നാണത്, ഇല്ലേ? അപ്പൊ അവിടെ മത്സരിക്കുന്ന ആരാണ്? അവിടെ നിൽക്കുന്ന കുട്ടി തുറവൂർ വിശ്വംഭരൻ ആരാണെന്ന് പോലും അയാൾക്ക് അറിയില്ല. അവിടെ എൻ്റെ ഓർമ്മ ശരിയാണ്, 34,500 ഓട്ടം കണ്ടാണ് തുറവൂർ വിശ്വംഭരൻ സാറ് പിടിച്ചത്. അതുപോലും മനസ്സിലാക്കാൻ കഴിയാത്തൊരു കുട്ടിയാണ് അവിടെ മത്സരിക്കുന്നത്. അപ്പോൾ അത്ര ഉറപ്പുള്ള ഒരു മണ്ഡലത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, ഇല്ലേ? അല്ല, എറണാകുളത്തിൻ്റെ പല മണ്ഡലങ്ങളിലും ഇവർക്ക് നല്ല സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ കുറേ മെച്ചമുണ്ടാകുന്നത്. രാഷ്ട്ര സാറും ഇവിടെ മത്സരിച്ചിട്ടുണ്ട്. അത് പഴയ വൈസ് ചാൻസലർ ആയിരുന്ന അദ്ദേഹം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പലയിടത്തും വേണ്ട. ഇപ്പൊ ഈ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നത് നമ്മൾ കരുതി വരും മണ്ഡലങ്ങളിൽ ഒന്ന് എവിടെ പാലക്കാട്, കഴക്കൂട്ടത്ത്, പുതുക്കാട്, കായംകുളമാണ്. കായംകുളത്താരാ മത്സരിക്കുന്നത്? കായംകുളത്തൊക്കെ വലിയ മിടുക്കന്മാർ മത്സരിക്കേണ്ടതല്ലേ? നിൽക്കുന്നവരാരും മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു നമ്മൾ ജനാധിപത്യത്തിന് ഒരു ഇമേജ് ഉണ്ട്. അതുകൊണ്ട് അതിലെ വ്യക്തികളെ നമ്മൾ പ്രധാനമാകുന്നത്. അവരുടെ വിശദീകരണം എന്ന് പറയുന്നത് അവിടെ തീർത്തും ദുർബലമായ സ്ഥലം ഘടകകക്ഷികൾക്ക് കൊടുക്കുന്നത് ഒരു ജനാധിപത്യ മര്യാദ അല്ലല്ലോ എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇപ്പോ 23 സീറ്റോ മറ്റാണ് 2020 കൊടുത്തിരിക്കുന്നത്. 22 സീറ്റ് BDJSന് കൊടുത്തിരിക്കുന്നു. ഈ ഒരു പ്രത്യേകമായ ഞങ്ങളൊരു വലിയ ഫൈറ്റ് നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അവരെ മാനേജ് ചെയ്തുകൂടെ? ഇപ്പോൾ കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ മാനേജ് ചെയ്ത പോലെ, അല്ലെങ്കിൽ CPIM ജോസ് കെ മാണിക്ക് അധികം സീറ്റ് കൊടുക്കാതിരുന്നത് പോലെ 13 ചോദിച്ചു 12 അങ്ങനെ മാനേജ് ചെയ്യണമല്ലോ. ഈ ഒരു ഞാൻ പറഞ്ഞ ഒരു 5 സീറ്റിന്റെ വിഷയമല്ല ഉള്ളൂ. ഈ രണ്ട് പക്ഷത്തിന് 5 സീറ്റ് ഞങ്ങൾക്ക് കിട്ടണം, ഞങ്ങളവിടെ ഞങ്ങളുടെ നമ്മൾ പറഞ്ഞ വെടിച്ചില്ല സ്ഥാനാർത്ഥികളെ നിർത്താൻ പോവാണ് എന്ന് പറയണ്ടേ? അപ്പൊ അതൊരു വിഷയമാണ്. BJP സംബന്ധിച്ചിടത്തോളം ഈ വെടിച്ചില്ല സ്ഥാനാർത്ഥികളുടെ എണ്ണം വളരെ കുറവാണ്. നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെ, നമ്മൾ ആ ഒരു വിഷയം നോക്കുകയാണെങ്കിൽ അവർ പൊളിറ്റിക്കലി എനിക്ക് തോന്നുന്നവർ ആ ഒരു വിഷയത്തിൽ കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ ഓരോ മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ച് അവർക്ക് കൃത്യമായി 1-2 പേരെ വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. ഇപ്പോൾ അവർക്ക് എടുത്തു പറയാവുന്ന ആരൊക്കെയാണ്? വളരെ കുറച്ച് പേരല്ലേ ഉള്ളൂ. അത് അവർക്കൊരു വിഷയമാണ് എന്ന് തോന്നുന്നു. അത് ഈ രാഷ്ട്രീയത്തിൽ എപ്പോഴും അതൊരു വലിയ പ്രശ്നമാണ്. നമ്മൾ CPMന്റെ കാര്യം പറഞ്ഞ പോലെ ജനാധിപത്യത്തിലൊരു വലിയ വിഷയമാണ്. ജനാധിപത്യത്തിൽ ഇങ്ങനെ ഫേസുകൾ മാറിക്കൊണ്ടിരിക്കണം. അത് അക്സെപ്റ്റബിൾ ആയതുമായിരിക്കണം. അല്ലാതെ രൂപം മാറിയെന്ന് കരുതി കാര്യമില്ല. ഇപ്പം കോടിയേരി ബാലകൃഷ്ണൻ മാറി, രൂപം മാറി, MV ഗോവിന്ദൻ മാഷ് സെക്രട്ടറി ആയി എന്ന് കരുതിയിട്ട് ആ അക്സെപ്റ്റൻസ് പലപ്പോഴും കിട്ടണമെന്നില്ല. ജനങ്ങളോട് അടുത്ത് നിൽക്കുന്ന ജനങ്ങളുമായിട്ട് അടുപ്പം അവർക്ക് തോന്നണം, അവർക്കറിയാവുന്ന ഭാഷയിൽ സംസാരിക്കണം. അതുകൊണ്ട് ഈ സംഭാഷണം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. കൃത്യമായി അവർക്കറിയാവുന്ന ഭാഷയിൽ സംസാരിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ ഒരു നെറേറ്റീവും മുസ്ലിം ലീഗും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. ഞാൻ എന്തായാലും ചർച്ച അവസാനിക്കുന്നതിന് ആ കാര്യം കൂടി നമുക്ക് സംസാരിക്കാം. അതായത് മുസ്ലിം ലീഗിന് സംഭവിച്ച ഒരു മാറ്റത്തെക്കുറിച്ച് സംസാരിക്കണം. കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ പല നിർണായക ഘട്ടത്തിലും മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം വളരെ പക്വമായ ഇടപെടൽ നടത്തിയത് കൊണ്ട് കേരളത്തിൽ കമ്മ്യൂണൽ റൈറ്റ്സ് ഉണ്ടാവാതിരുന്നിട്ടുണ്ട്. അല്ലേ? മുസ്ലിം സമുദായത്തിന് അത്തരത്തിലൊരു നേതൃത്വം അനിവാര്യവുമാണ്. നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. അവരുടെ എല്ലാം പ്രവർത്തനം വളരെ സൗഹാർദ്ദപരമാണ്. ഒരിക്കലും ഒരു മതസ്പർദ്ധ വെച്ച് പുലർത്തി പ്രവർത്തിച്ച ഒരു ചരിത്രവും അവർക്ക് പഴയ ചരിത്രത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. അതെ, മതരാഷ്ട്രവാദത്തെക്കുറിച്ചൊക്കെ അന്ന് വാദിച്ച് അവർക്ക് പരിക്കേറ്റ് അവർ തളർന്നു കിടന്നിരുന്നു. അതിനുശേഷം പുനരുജ്ജീവിച്ചതിന് ശേഷം അവർ വളരെ പക്വതയോടുകൂടി
ചിന്തിച്ച് മുന്നോട്ട് പോയിട്ടുള്ളതാണ്. നമ്മൾ ഗൾഫിൽ പോലും അത് കാണുന്നതാണ്. KMCCയുടെ പ്രവർത്തനം പിന്നെ എത്രത്തോളം പിന്നെ പക്വതയോടുകൂടിയാണ്. പിന്നെ വളരെ ബൃഹത്തായ ഒരു പ്രവർത്തനമാണ് അവർ കാഴ്ച വളരെ പാവപ്പെട്ട മനുഷ്യരുടെ ഇടയിലേക്ക് ചെല്ലുന്നില്ലേ? ചെല്ലുകയും നമുക്ക് പോലും എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെല്ലാം. ഓടിച്ചെല്ലുന്നവരുടെ ഓപ്പൺ ഹാൻഡോടുകൂടി അവർ നമുക്കെന്ന് സ്വീകരിക്കും. പറഞ്ഞാൽ നമുക്ക് പൊതുവിൽ നമ്മുടെ കൂടെ എല്ലാവർക്കും നിൽക്കുന്നവർക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഒരു എല്ലാവർക്കും ആവശ്യം. ഞാൻ തന്നെ മാധ്യമപ്രവർത്തകനായി നിന്നുകൊണ്ട് പിന്നെ എത്രയോ എത്ര പേരുടെ പേരെ കേസ് സഹായിപ്പിക്കാൻ KMCC കൊണ്ട് സാധിച്ചു. സംഭവിച്ചു, എത്രയോ ടിക്കറ്റുകൾ, ഉറപ്പായിട്ടും എത്ര ടിക്കറ്റുകൾ. ഒരുപാട് അത് ടിക്കറ്റുകൾ. എല്ലാ മനുഷ്യരും നോക്കാൻ വലിയ ഇഷ്ടം തോന്നുന്ന മനുഷ്യരാണ്, അതെ, നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കെട്ടിപ്പിടിക്കാൻ നമുക്ക് തോന്നുന്ന അതെ എനിക്ക് മനുഷ്യരാണ്. നമ്മുടെ ഒരു പെർസെപ്ഷൻ തന്നെ മാറ്റി അതെ അതെ അതെ. എത്രയോ അത് വ്യത്യാസം വല്ലപ്പോഴും ഇവിടെ പ്രസംഗിക്കാൻ പോകുമ്പോഴേ അവരുടെ ഒരു അതെ. ആതിഥേയ മര്യാദ നമ്മള് എടുത്തു പറയേണ്ട ഒരു പൊട്ടിച്ചളെ കാര്യമാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എല്ലാവരും അപ്പൊ പൊട്ടിച്ചളെ. ആ ഒരു സംസ്കാരമാണ് എത്രയോ CH സെന്ററുകൾ കേരളത്തിൽ അതെ അതെ എത്രയോ പാവങ്ങൾക്ക് സഹായം അതെ ചെയ്തു അതെ. കൊടുക്കും. ഇതൊക്കെ അറിയാവുന്നവരാണല്ലോ നമ്മൾ. അതെ അതെ. അപ്പൊ അങ്ങനെയുള്ള ഒരു മതേതര മുഖം എന്ന് തന്നെ ഞാൻ പറയാൻ ഒരുമ്പെടുന്നു. ഉറപ്പായിട്ടുമാണ്. അങ്ങനെയുള്ള ഒരു മുഖമുണ്ടായിരുന്ന മുസ്ലിം ലീഗിന് അടുത്ത കാലത്തായി ചില തീവ്ര നിലപാടുള്ള സംഘടനയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ചില നേതാക്കൾക്ക് ആ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നത് കൊണ്ട് ആ മുസ്ലിം ലീഗിന് പേരുദോഷം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പഴയ മുസ്ലിം ലീഗ് അല്ല ഇപ്പോഴത്തെ മുസ്ലിം ലീഗ് എന്ന് ഒരു പേരുദോഷം അവർ അടുത്ത കാലത്തായി ചുമക്കുന്നുണ്ട്. ആ പേരുദോഷം UDF ബാധിക്കാൻ സാധ്യതയുണ്ടോ? അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ഒരു പ്രശ്നം മുസ്ലിം ലീഗിൽ ഒരു വിഭാഗം എപ്പോഴും ഉണ്ടാവുമല്ലോ. അതിപ്പോൾ കോൺഗ്രസിൽ ഒരു വിഭാഗം നമ്മൾക്കറിയാവുന്ന പോലെ RSS ബന്ധമുള്ള മനുഷ്യരാണെന്ന് നമ്മൾ പറയാറുണ്ട്, ഇല്ലേ? കോൺഗ്രസിൽ ഒരു വിഭാഗം പുറമേ കതറും താഴെ കളസവും എന്നൊക്കെ പറയുന്നത് നമ്മൾ കളിയാക്കാറുണ്ട്. എന്ന് പറയുന്ന പോലെ മുസ്ലിം ലീഗിലും ആരെങ്കിലും കുറച്ച് പേർക്കൊക്കെ കണക്ഷൻ ഉണ്ടായിരുന്നു, ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അതിനും ചില സംഘടനകളുമായിട്ട് ഇവർക്ക് ബന്ധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവർ ഇതെല്ലാം തിരിച്ചറിഞ്ഞ ഒരു കാലമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അവർ കൃത്യമായിട്ടും അങ്ങനെയുള്ള ആളുകളെ മാറ്റി നിർത്തുകയും മാത്രമല്ല അവരുടെ ഈ സ്ഥാനാർത്ഥി നിർണയം അത്ഭുതപ്പെടുത്തുന്നതാണ്. ഓരോരുത്തരത്തേക്കും ടൈലർ മെയ്ഡ് എന്നൊക്കെ നമ്മൾ പറയത്തില്ല, കൃത്യമായി ഉണ്ടാക്കിയൊരു ആൾക്കാരെയാണ്. അപ്പോൾ ഈ മുസ്ലിം ലീഗിലേക്ക് തീവ്ര നിലപാടുകൾ വരാതെ അവർ വന്നിട്ടുണ്ട്, ചെറിയ നിലയിലൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ അപകടം ഒരു മണത്തറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവരുടെ ഇപ്പോഴത്തെ നമ്മൾ ഈ പറയുന്ന പുതിയ പറയുന്നില്ലേ ബോഡി ലാംഗ്വേജ്, ശരീരഭാഷ നോക്കൂ. ഇപ്പം തങ്ങൾമാരുൾപ്പെടെ ഇവരെല്ലാം സംസാരിക്കുന്നതിൻ്റെ ബോഡി ലാംഗ്വേജ് നോക്കൂ. അവർ പഴയതിൽ അവർ കാപട്യമില്ല, സ്വാഭാവികമായ വിനയാന്യതരായ മനുഷ്യരാണ് അവർ. പക്ഷെ കുറേ കൂടി കൃത്യമായത് പറയുകയും മാത്രമല്ല അവിടേക്ക് കുറേ ആൾക്കാർ വന്നു ചേർന്നല്ലോ ഇപ്പം. അതെ, മുസ്ലിം ലീഗിലേക്ക് കുറേ റിക്രൂട്ട്മെന്റുകൾ നടന്നിട്ടുണ്ട്. ആ റിക്രൂട്ട്മെന്റുകളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ഏത് വഴിയിലൂടെയാണ് വരുന്നതെന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ കുറച്ച് പാളിച്ചകൾ അവർക്കുണ്ട്. അതിൻ്റെ അപകടം അവർ തിരിച്ചറിഞ്ഞു. ഈ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ ഏറ്റവും വലിയൊരു ഗുണം അതാണ്. ഈ അപകടങ്ങളെ പെട്ടെന്ന് തിരിച്ചറിയും. ആ തിരിച്ചറിവാണ് ഈ 92 ബാബറി മസ്ജിദിന്റെ കാര്യത്തെ നടന്നത്. അവർ ഭയങ്കര ക്ഷോഭം കൊള്ളുമ്പോൾ അവരതിനെ ഒതുക്കി വെച്ചോണ്ട്, അതായത് ഞാൻ മനസ്സിലാക്കുന്ന അന്ന് അദ്ദേഹത്തിന് ഈ ഫോൺ എടുക്കാൻ പോലും നരസിംഹറാവു തയ്യാറായില്ല എന്നുള്ളതാണ്. അത്ര അപമാനം സഹിച്ചിട്ട് പോലും അവര് അതിന്റെ അപകടം ആദ്യത്തെ ദിവസങ്ങൾ അതായിരുന്നില്ല, വൻ പ്രകടനങ്ങളും അതായിരുന്നില്ല. പക്ഷെ അതിന്റെ അപകടം ഒരു വളരെ പെട്ടെന്ന് തിരിച്ചറിയുകയും അതിനെ തിരിച്ചു പിടിക്കുകയും ചെയ്തു. എന്ന് പറയുന്ന പോലെ ഇപ്പം ലിയോ ഉദ്ദേശിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയൊക്കെ ആ ഒരു ബന്ധത്തെ അതിന്റെ അപകടം തിരിച്ചുകൊണ്ട് അവരെ കുറെ മാറ്റി നിർത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പോലെ UDF-നാണ്. പക്ഷേ ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് പറയുന്നത് പോലെ ഇവരുടെ ആ പേര് പോലെ അത്ര വോട്ടില്ലല്ലോ. ഇല്ല, പക്ഷെ ഉള്ള വോട്ട് ബാങ്കിലിട്ടേക്കുന്നവരുള്ള വോട്ടാണ്. അത് ശരി, മനസ്സിലായില്ലേ? SDPI പോലെയല്ല. SDPIയിൽ വന്നവരിൽ നിന്നിരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി അതൊരു വിശ്വാസ സംഹിതയുടെ ഭാഗമാണ്. അവർ ആ വിശ്വാസത്തിൽ പണ്ട് മോചനം ഇസ്ലാമിലൂടെ എന്നൊക്കെ വിശ്വസിച്ച് നടന്നവരാണല്ലോ. ഭരണഘടനകളെ അംഗീകരിക്കുക, ഒരു രാജ്യത്തിന്റെയും ഭരണഘടന അതെ ഒരു രാജ്യത്തെയും ഭരണഘടനകളെ. അപ്പോൾ ഇവര് പറയുന്ന ഇപ്പൊ പുതിയൊരു നെറേറ്റീവ് അവരൊരു ഇന്ത്യൻ സാഹചര്യമായിട്ട് ഒരുപക്ഷെ അങ്ങനെ ഒത്തുപോകാതെ ഇവർക്ക് നിൽക്കാൻ പറ്റില്ല ഇന്ത്യൻ സാഹചര്യത്തിൽ. എന്ന് മാത്രമല്ല അവരങ്ങനെ ഒക്കാതിരുന്നാലുള്ള ഏറ്റവും വലിയ അപകടം വേറൊരു ഫാസിസ്റ്റ് ഗ്രൂപ്പുകളെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്, ഇല്ലേ? SDPI കൊണ്ടുണ്ടായ അപകടം എന്താണ്? SDPI അല്ലെങ്കിൽ PF പോലുള്ളത് കൊണ്ടുള്ള പോപ്പുലർ ഫ്രണ്ട് പോലുള്ള അപകടം എന്താണ്? കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകരായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിലെ സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള പല മുസ്ലിം ദളിത് ആളുകളെയും അതിന്റെ പേര് പറഞ്ഞ് അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നല്ലേ. അപ്പോ നിങ്ങൾക്ക് കുറച്ച്, എന്നാൽ അവർക്കാകാമെങ്കിൽ ഞങ്ങൾക്കാകാമെന്ന് ചോദിക്കുന്നുണ്ട്. പറ്റില്ലെന്നേ. കാര്യം ആ തീവ്ര നിലപാടുകളിൽ നിന്ന് നിങ്ങൾ മാറിയില്ല എങ്കിൽ വല്ലാതെ വേട്ടയാടപ്പെടുന്ന സമുദായം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ
അതിൽ നിന്ന് മാറി നിൽക്കാൻ നിർബന്ധിതരാകുന്നു. അല്ല അവർക്കായാലും ഞങ്ങൾക്ക് എന്താകും എന്നുള്ള ചോദ്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഈ വേട്ടകളെ, ഭരണകൂട വേട്ടകളിൽ നിന്ന് ആ സമുദായത്തെങ്കിലും രക്ഷിക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രത്യേകത ഒരു വലിയ ശക്തിയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ വെൽഫെയർ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിച്ചിട്ടുണ്ടല്ലോ. പണ്ട് ഗ്യാസ് കുറ്റി ചിഹ്നത്തിലൊക്കെ മത്സരിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ പ്രൊഫസർ താമരാക്ഷനും ഒക്കെ അതിനകത്ത് മത്സരിച്ചെന്തോ, ദേവി താമരാക്ഷനും ഒക്കെ മത്സരിച്ച്. എൻ്റെ ഒരു മതിൽ ഇപ്പോഴും പഴയ ഒരു ഗ്യാസ് കുറ്റി അവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്, ദേവി താമരാക്ഷൻ വോട്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാകട്ടെ. പക്ഷേ ഒരു 80-90 മണ്ഡലങ്ങളിലെങ്കിലും ഒരു 10 മണ്ഡലത്തിൽ അവർക്കൊരു 5000-ന് മേലോട്ടുണ്ടാകും. ഒരു 5000-7000. അതൊരു വിശ്വാസ പ്രമാണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണല്ലോ. ഒരു 80 മണ്ഡലങ്ങളിലെങ്കിലും അവർക്ക് 2,000 to 3,000 വോട്ടുണ്ടാവും. അത് കൃത്യമായൊരു ഇൻടാക്റ്റ് ആണ്. അത് ഒരു മാറ്റവും ഇല്ല. ഒരുപക്ഷെ അവർക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങൾ ആ സ്ഥാനാർത്ഥിയോട് വരെ ഉണ്ടാകാം. ഏത് ആ സ്ഥാനാർത്ഥി. എന്നാൽ ഈ ഒരു കെട്ടുറപ്പ് SDPIക്കില്ല. അല്ലെങ്കിൽ വേറെ അങ്ങനെ ഒരു സംഘടനയ്ക്കും. ഇപ്പം നമ്മൾ ഈ RSS അങ്ങനൊരു ഉറപ്പുള്ളതല്ലേ. RSSന്റെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഒരു കുറച്ചൊരു പാതി മിലിറ്റൻ സ്വഭാവമുള്ള ഒരു സംഘടനയാണല്ലോ, അങ്ങനെയാണല്ലോ. പക്ഷേ നമുക്കറിയാം ഈ കഴക്കൂട്ടത്ത് പോലും സംഭവിക്കത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കഴക്കൂട്ടത്തിൽ RSSന് ശക്തമായ വേരോട്ടമുള്ള സ്ഥലമാണ്. പക്ഷേ അത് RSS കോർ വോട്ടുകൾ നിശ്ചയമായിട്ടും BJP സ്ഥാനാർത്ഥിക്ക് പോകും. പക്ഷെ അല്ലാത്തൊരു ഇതിന്റെ ഒരു സ്നേഹിതരുണ്ട്, RSS സ്നേഹിതർ, അമ്പലവാസികൾ. അവരൊക്കെ ഇപ്പോഴും കടകംപള്ളിയുടെ ആള് തന്നെയാണ്. കടകംപള്ളി അത് ആ മർമ്മം അറിഞ്ഞ് കൃത്യമായിട്ടും എല്ലാവരും കടകംപള്ളിയുടെ ആളുകളാ. ആ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഒട്ടുമിക്ക ഈ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ മത്സരിക്കുന്ന മണ്ഡലത്തിലെ ക്ഷേത്രങ്ങളിലേക്കൊക്കെ തന്നെ നമ്മൾ പോകുമ്പോൾ അതിന് പുറത്ത് കടകംപള്ളിയുടെ വലിയൊരു അവിടെ പിന്നെ വെക്കാനുള്ള ഒരു വിഗ്രഹം അതാ കടകംപള്ളിയാ. ബാക്കി അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ പല ക്ഷേത്രത്തിലും ഒരെണ്ണം വെച്ചനി. അത്രയ്ക്ക് ആ ഒരു കൃത്യമായ ഒരു പ്ലാനിങ്ങിൽ കൊണ്ടുവന്ന മനുഷ്യനാണ്. എന്നാൽ ആ തീരദേശത്ത് അങ്ങേർക്ക് ന്യായമായ ബന്ധമുണ്ട്. അപ്പൊ കടകംപള്ളിക്ക് വലിയ ഇമേജ് പ്രശ്നമുണ്ടെന്നുള്ളത് നമ്മളുടെ ഇടയിലാണ്, ഇതിന് പുറത്താണ്. കടകംപള്ളിക്ക് ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് ശബരിമല ചെറിയ കാര്യവുമല്ല. അതിന് നമ്മൾ അങ്ങനെ നിസ്സാരവൽക്കരിച്ച് കാണേണ്ട കാര്യവുമില്ല. പ്രത്യേകിച്ച് മതവിശ്വാസങ്ങളും ആരാധനയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളവരുടെ അടുത്ത്. എന്ന് മാത്രമല്ല, ഇതുവരെ എൻ്റെ കണക്ക് പോലും പറയാൻ കഴിയുന്നില്ല. പിന്നെ പറഞ്ഞ ഒറിജിനൽ സാധനങ്ങളൊക്കെ അവിടെ ആണോ, ഇങ്ങനെയുള്ള ഒന്നും ഇതില്ല. അപ്പൊ അതിന് ധാർമ്മികമായ ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. നിയമപരമായിട്ട് ഉത്തരവാദിത്വം, ധാർമ്മിക ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. അതിനുശേഷം വന്ന മന്ത്രിക്കുണ്ട്, പ്രസിഡന്റുമാർക്കൊക്കെ ഉണ്ട്. പക്ഷെ അതിനപ്പുറത്താണ് കടകംപള്ളിയുടെ ബന്ധം. അതൊരു തരം ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തേക്കുന്ന ഒരു ബന്ധമാണ്. വളരെ വളരെ ബുദ്ധിപരമായിട്ട് നെയ്തെടുത്ത ഒരു ബന്ധമാണ്. അത് മാത്രമല്ല, ഒരു ചലിപ്പിക്കണമെങ്കിൽ, ഒരു 10,000 പേരെ ചലിപ്പിക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു 5 മിനിറ്റ് മതിയാവും. വി മുരളീധരനോ അല്ലെങ്കിൽ ശശികാന്ത് പ്രസാദോ മോശം നേതാക്കന്മാരൊന്നും അല്ല. അവരുടെ പ്രൂവ് ചെയ്ത നേതാക്കന്മാർ തന്നെയാണ്. പക്ഷേ അവർക്ക് ആ ഒരു പൊക്കിൾക്കൊടി ബന്ധം എന്നൊക്കെ ഇപ്പോൾ പറയത്തില്ല, ഈ ജൈവികം ആ ഒരു ബാന്ധം അവിടെ ഇല്ല. അതുകൊണ്ട് ഞാൻ ഈ BJPയുടെ കണക്കിൽ നിന്ന് ഈ കഴക്കൂട്ടം എൻ്റെ ഒരു നിരീക്ഷണത്തിലൂടെ വെട്ടുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നതേ ഇല്ല. ഓക്കെ, എങ്കിലും ഞാൻ ചോദിച്ചോട്ടെ, കേരളത്തിൽ പൊതുവിൽ എന്തായിരിക്കും ഈ റിസൾട്ട് നമ്മളോട് പറയുന്നത്? സാധാരണ പ്രഡിക്ഷൻസ് ഒക്കെ നടക്കാറുണ്ട്, എങ്കിലും ഒരു നിരീക്ഷണം എന്താണ്? ഇടത് വലത്, അത് ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് പോവുകയാണോ? ഈ ലിയോ, നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഈ 9 ദിവസങ്ങളെന്ന് പറഞ്ഞാൽ 9 നൂറ്റാണ്ടുകൾ പോലെയാണ് ജനാധിപത്യത്തിൽ. നടക്കുന്ന സംഭവങ്ങൾ പ്രധാനമാണ്, ഇൻസിഡന്റുകൾ, ഈവൻസ്, അത് വളരെ പ്രധാനമാണ്. അത് നമ്മൾ ഈ പഠനങ്ങളിലെല്ലാം, സിഫോളജിയിലെല്ലാം തെറ്റുന്നതും അപ്പോഴാണ്. ചെറിയ ചില സാധനങ്ങൾ മതിയാവും, ചെറിയ ചില സംഭവങ്ങൾ. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. അന്ന് കോട്ടയത്തെ ഒരു ആശുപത്രി ഒരു പഴയ കെട്ടിടം ഇടിഞ്ഞു വീണില്ലേ? ഇപ്പോൾ ഒരു കെട്ടിടം അങ്ങനെ ഇടിഞ്ഞു വീണ് നോക്കട്ടെ, ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പൂർണ്ണമായിട്ടും തകർന്നു. അതെ, അത്തരത്തിലുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ അത് UDFന് അനുകൂലമായി വരും. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇൻസിഡന്റുകൾ അല്ലെങ്കിൽ മെനഞ്ഞെടുക്കുന്ന ഇൻസിഡന്റുകൾക്ക് അഗ്രഗണ്യനാണ് പിണറായി വിജയൻ എന്നുള്ള നേതാവ്. അത് ഞാൻ എൻ്റെ കൂടെ നിൽക്കില്ല. കാര്യം അങ്ങനെ ഞാൻ പറയില്ല. പക്ഷേ അദ്ദേഹം തന്ത്രശാലിയാണ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റുമാണ്. അതോടൊപ്പം തന്നെ നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള പൊളിറ്റീഷ്യനാണ്, ഇന്റലിജന്റ് പൊളിറ്റീഷ്യനാണ്. വാക്കുകൾ അത് അപകടം തന്നെയാണ്. അത് മാത്രമല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ഈയിടെ വിഷമം ഉണ്ടായത്, അദ്ദേഹത്തിനെ വീട്ടിൽ പോയി ചോദിക്കാതൊന്നും അല്ല എനിക്ക് വിഷമം ഉണ്ടായത്, ജി സുധാകരൻ എൻ്റെ സങ്കടം. കാര്യം ജി സുധാകരൻ എൻ്റെ സങ്കടം എന്ന് പറയുന്നത്, ജി സുധാകരനുമായിട്ട് കോളേജ് കാലം മുതലേ അത്യാവശ്യം പരിചയമുള്ള ഒരാളാണ്. ജി സുധാകരനെ നമുക്ക് ഒരാളിൻ്റെ നിർമ്മലതയുണ്ടല്ലോ, നൈർമല്യമുണ്ടല്ലോ, നമുക്ക് ഇനി തൊട്ട് അറിയാൻ പറ്റുന്ന ഒരാൾ. പരുക്കനാണ്, പക്ഷെ ദേഷ്യം പറയുമ്പോൾ ഇയാൾ ചായ കുടിച്ചോ, ഇയാൾക്ക് വണ്ടിക്കൂലി ഉണ്ടോ,
ഇങ്ങനെ ചോദിക്കുന്ന ഒരാളാണ്. മനസ്സിലായില്ലേ? ആർക്കും ഫീൽ ചെയ്യുന്ന ഒരാൾ. അപ്പം പിണറായി വിജയൻ്റെ കൂടെ ഒരേ കമ്മിറ്റിയിൽ അന്നത്തെ കാര്യം അറിയില്ല. അതെ, അതെ. ഇവരെല്ലാം ദാരിദ്ര്യത്തിൽ നിന്ന് വന്നവരല്ലേ? ഇവരെല്ലാം വളരെ ചെറിയ ചുറ്റുപാടുകളിൽ നിന്ന് വന്നവരല്ലേ? നമ്മളെക്കാട്ടൊക്കെ വളരെ ചെറിയ ചുറ്റുപാടുകളിൽ നിന്ന് വന്നവരല്ലേ? അപ്പോൾ ഈ ഒരു പായലുണ്ടോ, അല്ലെങ്കിൽ ഒരു പായൽ ഉറങ്ങിയോ, ഒരു ബെഞ്ചിൽ കിടന്നോ, അല്ലെങ്കിൽ ഒരു ചോറ് മേടിച്ച് രണ്ടുപേരുണ്ടോ, അല്ലെങ്കിൽ കഴിക്കാതിരുന്നോ ഒക്കെയുള്ള ഒരു ബന്ധമുണ്ടല്ലോ. ഇത്ര കാലത്തെ ബന്ധമല്ലേ, 63 വർഷം. അപ്പോൾ അത് ഇദ്ദേഹം നേരിട്ടൊന്ന് പോകണോ, ഇതാ ഞാൻ അങ്ങോട്ട് വരുന്നത്, നീ അവിടെ ഉടുപ്പെടുത്തിട്ട് ഇന്ന് പറയണ്ടേ? ഇതൊന്നും വേണ്ട. ആ തുടക്കത്തിൽ പണ്ട്, അതായത് 1-2 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ ആ ജില്ലയിലെ നേതാക്കൾ അധിക്ഷേപിക്കുമ്പോൾ സജി ചെറിയാനെ പോലുള്ളവരൊക്കെ പറ്റില്ലെന്ന് പറയണ്ടേ? മിണ്ടരുത് മിണ്ടരുത്. എന്ന് സുധാകരന് പറയണമായിരുന്നു. നമ്മുടെ പൊതുസ്വത്താണ്, നമ്മുടെ വലിയ നേതാവാണ് സുധാകരൻ. എന്ന് മാത്രമല്ല പറയണ്ടേ, ഏത് സമ്മേളനത്തിലും ഗസ്റ്റായിട്ട് വിളിക്കണമെന്ന് പറയണ്ടേ? എനിക്കത് വളരെ ഒരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, അതിൻ്റെ അടുത്ത ദിവസം ഈ സുധാകരൻ കലാപം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഇവർ പറയുന്നുണ്ട് 6 മാസമായിട്ട് സുധാകരൻ്റെ പരിപാടിയാണ്, അല്ലെങ്കിൽ 1 കൊല്ലമായിട്ട് പരിപാടിയാണ്. എന്തോ ആയിക്കോട്ടെ, ഇദ്ദേഹം അവിടെ പാൽ ഉദ്ഘാടനത്തിന് പോയല്ലോ, ഒരു 100-150 മീറ്റർ അപ്പുറത്തൂടെ പോകുമ്പോൾ. അപ്പം വളരെ സർപ്രൈസിങ് ആയിട്ട് അങ്ങോട്ട് വിട്ടിട്ട് കയറുന്ന വണ്ടിയിലോട്ട് എന്ന് പറയാനുള്ള ബന്ധുവിരുമ്പിലുണ്ടല്ലോ. അതെ, ഉണ്ടല്ലോ. അത് തീരേണ്ട വിഷയമല്ലേ? മറ്റേതിപ്പോൾ കുഞ്ഞികൃഷ്ണൻ്റെയോ ടി കെ ഗോവിന്ദൻ്റെയോ ശശിയുടെയോ ഒക്കെ വേറൊരു ഇഷ്യൂ ആകുമ്പോൾ ഈ സുധാകരൻ എനിക്കൊരു വലിയ ഒരു നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ, രാഷ്ട്രീയത്തിൽ ശരിയാ. ചില സങ്കടങ്ങളുണ്ടല്ലോ. ശരിയാ. അതൊരു സങ്കടമായിട്ട് നിൽക്കുകയാണ്. കാര്യം അദ്ദേഹത്തോട് 3-4 പ്രാവശ്യമെങ്കിലും കോളേജ് വിദ്യാർത്ഥിയായിരുന്ന നേരത്തെ ഇടപെടാൻ കഴിഞ്ഞ ഒരാളെന്നുള്ളതല്ല. കാര്യം ഞങ്ങൾ പണ്ടവിടെ ഇദ്ദേഹം MLA ഒന്നും ആയിട്ടില്ല, അദ്ദേഹം സിൻഡിക്കേറ്റിൻ്റെ ചുമതലയുള്ള ആലപ്പുഴ കലോത്സവം നടക്കുമ്പോൾ 86-ലോ 87-ലോ കോളേജിൽ നിന്ന് കുട്ടികളൊക്കെ ആയിട്ട് പോയി. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ അറിയാമല്ലേ, കാശൊക്കെ ആദ്യമേ അങ്ങ് തീരും. അപ്പോൾ പിന്നെ തിരിച്ച് പരിപാടികളൊക്കെ കഴിയുമ്പോൾ പലർക്കും പല സമയത്താണല്ലോ. എന്താ സംഘഗാനം, പ്രസംഗം, ഞാനൊക്കെ പ്രസംഗത്തിനൊക്കെ ആയിരിക്കും. സംഘഗാനവും പ്രസംഗവും കഴിഞ്ഞിട്ട് പല ഭാഗത്തായിരിക്കും. അപ്പം നമ്മൾ തിരിച്ചു വരാൻ നേരത്ത് വരുമ്പോൾ കണക്കൂട്ടിയൊക്കെ പോകും വണ്ടിക്കൂലി എന്താ തരാം. അപ്പം നമ്മളാരെങ്കിലും അവിടെ ചെന്ന് എന്താടാ വണ്ടിക്കൂലി ഒന്നുമില്ല, എന്തിനാ വന്ന് ഇങ്ങോട്ട് എന്ന് വിചാരിക്കും. അപ്പം നമ്മളൊന്നൊരു 20 രൂപയൊക്കെ ആയിരിക്കും പ്രതീക്ഷിക്കുന്നത്. ഒരു 20 രൂപ അദ്ദേഹം തരുമായിരിക്കും. 100 രൂപ എടുത്ത് കഴിച്ചു തരും. മര്യാദയ്ക്ക് പഠിച്ചോണം കേട്ടോ, കലോത്സവമൊക്കെ ഇന്നുകൊണ്ട് തീർന്ന്. അങ്ങനെ പറയും. ഇങ്ങനെ ഒരു 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 സ്നേഹം കാണിക്കുന്ന ആളായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിനെ പോലുള്ള ഒരാൾ വേണം പാർട്ടിക്ക്. അദ്ദേഹത്തെ പോലെ വേണം. നിങ്ങൾ ഒരു കാര്യം കൂടെ ഓർക്കണമല്ലോ, നമ്മൾ ആദ്യം ഈ ചർച്ച തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ രണ്ടാം നിരയില്ല. അതിന് പറ്റിയ ആളായിരുന്നില്ലേ സുധാകരൻ? ഓഫ് കോഴ്സ്. അതിന് പറ്റിയ ആളല്ലേ KK ശൈലജ? അതിന് പറ്റിയ ആളല്ലേ നമ്മുടെ രാധാകൃഷ്ണൻ മിനിസ്റ്റർ എന്നേ വായി വരും, സ്പീക്കറായിരുന്ന രാധാകൃഷ്ണൻ. ഇവരൊക്കെ അങ്ങനെ ഞാനിപ്പോഴും കരുതുന്ന ഒരു കാര്യം, ശൈല ടീച്ചറെ എന്താ പറയണ പേരാവൂരിൽ മത്സരിപ്പിക്കാൻ വിടാതെ, പേരാവൂർ പണ്ട് ശൈല ടീച്ചർ പ്രൊഫസർ മുസ്തഫയെ തോൽപ്പിച്ച പേരാവൂർ അല്ലിപ്പം അതെ, അറിയാമല്ലോ. അതിന് വലിയ ഡേറ്റ കർഷകരുടെ വലിയ ഭീകരമായ ഇതുള്ള ഒരു മണ്ഡലമാണ്. അവിടെ സക്കീർ എന്ന് പറയുന്ന 1-ാം തരം കാൻഡിഡേറ്റ് ഇപ്പോഴും ഉണ്ടല്ലോ. കഴിഞ്ഞ പ്രാവശ്യം സണ്ണി ജോസഫിനെ വെള്ളം കുടിപ്പിച്ച കാൻഡിഡേറ്റ് ഇപ്പോഴും ഉണ്ടല്ലോ. അപ്പം ശൈല ടീച്ചറെ കുറെ കൂടെ കംഫർട്ടബിൾ ആയിട്ടൊരു സീറ്റ് മത്സരിക്കും, മട്ടന്നൂർ പോലെ തലപ്പുറം പോലെ ഒരു സീറ്റ് മത്സരിപ്പിച്ചിട്ട് അവരെ കേരളം മുഴുക്ക പ്രചാരണത്തിന് വിടണ്ടേ? ഇപ്പം അവർക്ക് ആ മണ്ഡലത്തിൽ നിന്ന് അനങ്ങാൻ പറ്റുന്നില്ലല്ലോ. കാര്യം തോൽവി എന്ന് പറഞ്ഞാൽ വടകരയിലെ കുട്ടിക്കിന് ഭീകര തോൽവിയല്ലോ എങ്കിൽ അവരുടെ ഇത് കഴിയില്ലേ? അപ്പൊ അവരെ ഉപയോഗിക്കേണ്ടത്, അവരെ കേരളം മുഴുക്കെ വിടണ്ടേ? എല്ലാ മണ്ഡലങ്ങളിലും പോട്ടെ. കാര്യം അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ അങ്ങനെ ഒരാൾ അവരാണ്. KK ശൈലജ പ്രസംഗിക്കുന്നു എന്ന് മതി, ഇല്ലേ? അതെ, എല്ലാവർക്കും അറിയാം. ശൈല ടീച്ചർ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരോട് കുറേയധികം ആൾ പറഞ്ഞ സ്ത്രീകൾക്കൊക്കെ വലിയ ഇഷ്ടമുണ്ട്. നന്നായി മാനേജ് ചെയ്ത ലേഡിയാണ്. എനിക്കൊന്ന് അവരാണ് വീണയുടെ ശത്രു. അവരത്രയും മികച്ച രീതിയിൽ മാനേജ് ചെയ്തുകൊണ്ടാണ് വീണ ജോർജിന്റെ പ്രശ്നം. അല്ല, മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതിനേക്കാൾ മികച്ച, ഞാൻ ആരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോഴും പറഞ്ഞത്, അതിനേക്കാൾ മികച്ച മന്ത്രിയായിരുന്നു PK ശ്രീമതി ടീച്ചർ. നല്ല മന്ത്രിയായിരുന്നു. ഈ PK ശ്രീമതി സമരത്തെ ടീച്ചർ ചെയ്ത നല്ല കാര്യങ്ങൾ, തുടങ്ങി വെച്ച നല്ല കാര്യങ്ങളുടെ ഫലം അനുഭവിച്ച എടുത്ത ശൈല ടീച്ചർ എന്നുള്ളതാണ് കാര്യം. PK ശ്രീമതി എന്ന് മാത്രമല്ല, ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസ്, ഇവരെ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവന്ന മന്ത്രിയാണ്. ഇപ്പം VM സുധീറിന് ശേഷം, VM സുധീരൻ ആരോഗ്യമന്ത്രി, അതിനുശേഷം കേരളം കണ്ട ഏറ്റവും മികച്ച ആരോഗ്യമന്ത്രിയാണ്. ഈ സിസ്റ്റം മുഴുക്കെ കൊണ്ടുവന്നത്. സിസ്റ്റം ഇല്ല എന്ന് വീണ ജോർജ് കലഹിക്കുന്ന സിസ്റ്റം കൊണ്ടുവന്നത് PK ശ്രീമതിയാണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ എല്ലാം തന്നെ നിലവാരം ഉയർത്തിയത് PK ശ്രീമതിയാണ്. പക്ഷെ ഇപ്പോഴും ഉണ്ടല്ലോ ഈ ഒറ്റപ്പെട്ട എന്ന് പറയുന്ന ഒറ്റപ്പെട്ട കുറേ ഉണ്ടല്ലോ. ഇപ്പം ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിൽ മരുന്ന് മേടിക്കുന്ന ഒരാളാണ്. കാരുണ്യ ഫാർമസിയിൽ നിന്നാണ് ഞാൻ മരുന്ന്. എന്ന് ഞാൻ കുറച്ച് വില കൂടിയ മരുന്നുകൾ ഉപയോഗിക്കുന്നതാണ്. അത് ഇമ്പോർട്ടൻറ്റ് മെഡിസിൻസ് വരെയാണ്. ഇതെല്ലാം അവിടെ അവൈലബിൾ ആണ്, ഒരു തടസ്സവും ഇല്ല. അപ്പം ഇതെല്ലാം ഉണ്ടാകുമ്പോഴും ഒരു മന്ത്രി എന്നുള്ളതിൽ ചില ഇടപെടൽ വേണം. നമ്മൾ പലതവണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ജൈവികമായ, ഓർഗാനിക്കായ ചില ഇടപെടൽ.
ഇപ്പൊ ഈ കുട്ടികളെ ഈ സമരവും കഴുത്തുളുക്ക് ഈ സാധനങ്ങൾ അതൊക്കെ തന്നെ അവർക്ക് എത്ര ഭംഗിയായി മാനേജ് ചെയ്യായിരുന്നു. ഓഫ് കോഴ്സ്. അപ്പൊ അവരോട് ചോദിക്കണ്ട മക്കളെ തീർച്ചയായിട്ടും. വരുമ്പോ ഒരു പെൺകുട്ടിയും കൂടെ കൊണ്ടുവരണ്ട എടാ എന്നെ തടയാനല്ലേ വരുന്നേ എന്ന് ചോദിച്ചു പോകണ്ടതല്ല ഉള്ളു. അല്ലെങ്കിൽ പോലീസ് അവരെ പിടിക്കും നിൽക്കെങ്കിൽ അവര് വിളിച്ചോട്ടെ അതെ. എന്ന് പറയണ്ടേ. ഇതെല്ലാം തിരിച്ചടിച്ചില്ലേ. അത് ഈ പറഞ്ഞ പോലെ ഈ സീസൺഡ് പൊളിറ്റീഷ്യൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ കൃത്യമായി എങ്ങനെയാണ് ഇതിനെ മാനേജ് ചെയ്യണമെന്നുള്ള എക്സാക്ട്ലി. അത് മാനേജ്മെന്റ് വിദഗ്ധർക്ക് പഠിപ്പിക്കാൻ പറ്റുന്നതല്ല. അതിങ്ങനെ ജനങ്ങളുമായിട്ടുള്ള ഇടപെടലിൽ നിന്നൂടെ സംഭവിക്കുന്ന ഒന്നാണ്. ഇപ്പം നിപ്പ രോഗത്തിലെ നഴ്സ് എന്തായാലും ഇനി ആ കുട്ടി മരിക്കുമ്പം അവരുടെ സങ്കടങ്ങളുടെ എത്രയോ ഭാഗം ഷൈല ടീച്ചർ ഏറ്റെടുക്കുവാണ്. അങ്ങനെ ആ വീട്ടിൽ പോലും ഒരു സങ്കടമില്ലെന്നല്ല പ്രിയപ്പെട്ടവരുടെ മരണങ്ങൾ, പക്ഷെ അതിൻ്റെ ആ സങ്കടം ഞാനും കൂടെ ഉണ്ടെന്നുള്ളൊരു തോന്നലുണ്ടാക്കുവാണ്. അത് അങ്ങനെ മാനേജ് ചെയ്താൽ അല്ല ആശുപത്രി സംവിധാനം മുഴുക്ക നമ്മുടെ ആരോഗ്യ സംവിധാനം മുഴുക്ക തകർന്നതൊന്നുമില്ല, പക്ഷെ ആ മാനേജ് ചെയ്യുന്നതിൽ ഇവരൊരു പരാജയമായിരുന്നു ഈ ലേഡി എന്നുള്ളതാണ്. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് അവസാനിപ്പിക്കാം. നമ്മൾ ഈ പാലക്കാടാണല്ലോ പാലക്കാടാണല്ലോ ഇവിടെ കൂടുതൽ സമയം ചർച്ച ചെയ്ത് പാലക്കാടാണെന്ന് തോന്നുന്നു. ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് ഇപ്പോഴും ഒരു എഡ്ജ് നമ്മൾ ഇന്ന് സംസാരിക്കുന്ന നിമിഷം ഒരു എഡ്ജ് ശോഭാ സുരേന്ദ്രനാണ്. കാര്യം അവർക്കൊരു എഡ്ജുണ്ട്, അവർക്ക് ജയിക്കാനൊന്നും അവരുടെ ഒരു അറിയാമല്ലോ മികവ്, സ്ഥാനാർത്ഥി മികവ്, അവരോടൊപ്പം അവർ വോട്ട് കൂട്ടും, അതുപോലെ അവർക്ക് പാലക്കാട് പരിചയങ്ങളുണ്ട് ഒക്കെയുണ്ട്. പക്ഷേ ഈ ഷാഫി പറമ്പിലിനെ പോലെ അത്ര ഒരു നല്ല കാൻഡിഡേറ്റ് അല്ല രമേശ് പിഷാരടി. അയാൾ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, പിന്നെ ന്യൂനപക്ഷ കാൻഡിഡേറ്റ്. പക്ഷെ അവിടെ ഞാൻ കാണുന്ന ഒരു അപകടം എന്താ അറിയില്ല, ഈ BJPക്ക് ഏറ്റവും നല്ല പ്രോസ്പെക്റ്റീവായിട്ടുള്ള ഒരു സ്ഥലം പാലക്കാടാകുമ്പോൾ ഇവരിപ്പോൾ നിന്ന് സൈലന്റ് ആയി ഒക്കെ അവിടെ ഉള്ളവരൊക്കെ, പക്ഷെ ഇവർക്ക് അങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റില്ല. അവരുടെ കണ്ടമാനം ഫണ്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ അവസാന ദിവസങ്ങളിൽ വലിയ പ്രചരണത്തിലേക്ക് പോകും. ഏത് പ്രൈം മിനിസ്റ്ററോ അമിത്ഷാ ഒക്കെ അവിടെ വരും. വന്ന ഒരു പ്രചരണം നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയോ, വേറൊരു തരത്തിലുള്ള കൺസോളിഡേഷൻ ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് 24 to 26% വോട്ട് ആർക്കുണ്ട്, LDFന് അവിടെ ഉണ്ട്. ഈ നമ്മുടെ തദ്ദേശ സ്ഥാപനത്തിൽ തന്നെ രണ്ടാം സ്ഥാനത്താണ് പാലക്കാട് മണ്ഡലം. അറിയാമല്ലോ പാലക്കാട് മണ്ഡലം ഉൾപ്പെടെ. അപ്പോൾ 31 വരെ കണ്ടുപോയിട്ടു. പക്ഷേ 24 to 26% ഉണ്ട്. ഞാൻ ഒരു പ്രഡിക്ഷൻ നടത്തും ഇവിടെ ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ 20ൽ താഴെ പോകും LDFൻ്റെ വോട്ട് പോവും. അവിടെ ന്യൂനപക്ഷ കാൻഡിഡേറ്റ് ആണ് മത്സരിക്കുന്നത്. ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള ഒരാളാണ്, വളരെ സ്വാധീനമുള്ള ആളാണ് ഈ റസാഖ്. അത് വെറും വ്യവസായി മാത്രമല്ല, ജനങ്ങളോട് ഇടപെടുന്ന ആളാണ്. പക്ഷേ എൻ്റെ ഒരു പ്രഡിക്ഷൻ റസാഖിൻ്റെ വോട്ട് ഇപ്രാവശ്യം 20ൽ താഴെ പോകും. കാരണം അവിടുത്തെ ഈ മാത്തൂൽ, കണ്ണാടി, പിരായിരി 3 പഞ്ചായത്ത് കൂടെ ചേരുന്നതാണല്ലോ. അതിൽ മാത്തൂൽ CPMന് വലിയ സ്വാധീനമുള്ള കാരണം അവിടെ കഴിഞ്ഞ പ്രാവശ്യം പോലും CPMനാണ് വോട്ട് കൂടുതൽ. പക്ഷെ ഇപ്രാവശ്യം ആ 3 പഞ്ചായത്തും പാലക്കാട് മുനിസിപ്പാലിറ്റി സ്വാഭാവികമായിട്ടും, അത് പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ കണക്ക് 4400 വോട്ട് ശ്രീധരൻ സാറിന് കൂടുതലായിരുന്നു അന്ന്, ഇല്ലേ? 4700 വോട്ട് കൂടുതലായിരുന്നു. ആ ഭൂരിപക്ഷമായിട്ടാണ് അത് പഞ്ചായത്തിലേക്ക് ചെല്ലുന്നത്. പക്ഷേ ഇവിടെ 7800 വോട്ടാണ് ഈ 3 പഞ്ചായത്ത് കൊണ്ട് ഷാഫി അതിനേക്കാട്ടിലധികം പിടിച്ചത്. അങ്ങനെയാണ് 3700 വോട്ടിന് 3600 വോട്ടിന് ജയിച്ചത്. ആ പാറ്റേണായി ഇപ്രാവശ്യം സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഈ ശോഭാ സുരേന്ദ്രൻ്റെ വോട്ട് ശ്രീധരൻ സാറിന് കിട്ടുമല്ലോ 4800, 5000 വരെ ഒരുപക്ഷെ മുനിസിപ്പാലിറ്റി കിട്ടും. അതിനെ ഈ 3 പഞ്ചായത്ത് കൊണ്ട് അവർ മാനേജ് ചെയ്യുമെന്നും, റസാഖിൻ്റെ വോട്ട് 24% എന്നുള്ളത് 20ൽ താഴെ, നമ്മളിത് കഴിഞ്ഞും കാണുമല്ലോ, 20ൽ താഴെ അല്ലെങ്കിൽ 20ൽ താഴെ ആയി പോകുമെന്നും പിഷാരടി ജയിക്കുമെന്നാണ് എൻ്റെ പ്രഡിക്ഷൻ. ഓക്കെ, വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രഡിക്ഷൻസ് ഈ ചർച്ചയിൽ നടന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ കോറായിട്ടുള്ള ഏറ്റവും മർമ്മപ്രധാനമായ ഒരു ഭാഗം CPMൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റമാണ്. ചെറിയൊരു വിഭാഗം ഈ പാർട്ടിയെ നിയന്ത്രണത്തിലൊതുക്കി മുന്നോട്ട് പോവുകയാണ്. തങ്ങൾക്ക് ഈ പാർട്ടിയുടെ നിയന്ത്രണം പൂർണ്ണമായി വേണം, മറ്റാരിലേക്കും പോകാൻ പാടില്ല എന്നൊരു നിർബന്ധം എന്ന പോലെ അവർ പോകുമ്പോൾ ഇതിനുവേണ്ടി പ്രവർത്തിച്ചവർ, ചോരയും നീരും നൽകിയവർ, ഇതിനെ വളർത്തി വലുതാക്കിയവരൊക്കെ തന്നെ ഹൃദയവേദന കൊണ്ട്
മറ്റ് ഒരു നിർവാഹവുമില്ലാതെ ഇതിനെ ഉപേക്ഷിച്ച് പോകുന്നൊരു സാഹചര്യത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു അപകടം ഇനിയെങ്കിലും അവർ തിരിച്ചറിയുമോ എന്നുള്ളതാണ് ഈ ചർച്ചയിലൂടെ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം കേരളത്തിൽ എല്ലാ പക്ഷവും വേണം. ഇടതുപക്ഷം കേരളത്തിൻ്റെ നട്ടെല്ലാണ് എന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. കാരണം വലിയ രീതിയിൽ അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്നത് ഇടതുപക്ഷമാണ്, കമ്മ്യൂണിസ്റ്റുകളാണ്. ഇന്ന് കമ്മ്യൂണിസ്റ്റുകൾ കാലത്തിനനുസരിച്ച് മാറിയില്ല എന്നുണ്ടെങ്കിൽ അവരെ കാലം തൂത്തെറിയും എന്നുള്ളതാണ്. ഒപ്പം തന്നെ അവർക്ക് വേണ്ടി പ്രവർത്തിച്ച ജി സുധാകരനെ പോലെയുള്ള നേതാക്കളെയൊക്കെ തന്നെ കണ്ടില്ലെന്ന് നടിക്കുകയും പരിഹസിച്ച് അപഹസിച്ച് പുറത്തേക്ക് ചവിട്ടി എറിയുകയും ചെറ്റത്തരമെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇത് ജനങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണെന്ന് കൂടി ഓർക്കുക. അവരാണ് ഈ വോട്ട് കുത്തി അവരുടെ വിരലിലെ അധികാരം പ്രയോഗിച്ച് നിങ്ങളെ ഭരണത്തിലേക്ക് കൊണ്ടുവരേണ്ടത് എന്ന് മറന്നു പോകരുത്. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തത്. ടോക്കിംഗ് പോയിന്റിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നതിന് അടുത്ത എപ്പിസോഡ് കാണാം. നമുക്ക് നമസ്കാരം.